نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني فكن أماني من شر الحياة ومن شر الممات ومن إهراق جثماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم സർവാദരണീയരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാല് ദിനങ്ങളിലായി നമ്മുടെ ഈ പ്രദേശത്ത് മതവിജ്ഞാന സദസ്സുകൾ നടക്കുകയാണ്. മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ ലോകത്ത് ജീവിച്ച് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന മാർഗം, അതാണ് എല്ലാ കാലത്തും പിൻപറ്റാനും ഉൾക്കൊള്ളാനും ഏറ്റവും നല്ല മാർഗം. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം പിന്തുടർന്ന് ജീവിച്ചവരാണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ഔലിയാക്കൾ. അവരെ കൂട്ടത്തിൽ ഹിജറ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച് വിശുദ്ധ ഇസ്ലാമിന് വലിയ വെളിച്ചം വീശിയ
എല്ലാ നിലകളിലും വിശുദ്ധ ഇസ്ലാമിനെ ഹയാത്താക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. അവർക്ക് ലോകം മുഴുവനും അറിയപ്പെടുന്ന നാമം മുഹീദ്ദീൻ എന്ന നാമമാണ്. ദീനിനെ ഹയാത്താക്കിയവൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ദീൻ എല്ലാ അർത്ഥത്തിലും ചരമമടഞ്ഞിരുന്നു, മരിച്ചിരുന്നു. ദീനിന്റെ മാർഗങ്ങളൊക്കെ ക്ഷയിച്ച് എല്ലാ ഭാഗങ്ങളിലും മുസ്ലിം എന്ന പേരുള്ള ആളുകളുണ്ട് എന്നതല്ലാതെ വിശുദ്ധ ദീൻ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള യഥാർത്ഥ വിശ്വാസമോ അള്ളാഹുവിന്റെ ദീനിന്റെ കർമ്മങ്ങൾ കൊണ്ടു നടക്കുന്ന ആളുകളോ ആയിട്ട് കാര്യമായി ആരും ഇല്ല. ദീന് മരിച്ചുപോയിരുന്നു എന്ന് തന്നെ പറയാം. പല ഭാഗങ്ങളിലും പരിശുദ്ധ ദീനിന്റെ പേരിൽ മാത്രം ജീവിക്കുന്ന ആളുകൾ. പേരെന്താന്ന് ചോദിച്ചാൽ മുസ്ലിമിന്റെ പേരാണ്. പക്ഷേ ഇസ്ലാം എന്താണെന്ന് അറിയില്ല. ഈമാനിന്റെ യഥാർത്ഥ വശങ്ങൾ എന്തൊക്കെയാണെന്ന് ജീവിതത്തിൽ അറിയില്ല, ഉൾക്കൊണ്ടിട്ടില്ല. ആ ഒരു ഘട്ടത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഓടി നടന്ന് അള്ളാഹുവിന്റെ ദീന് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ജനങ്ങളെ ഉപദേശിച്ച് ശരിയായ ദീനീ മാർഗത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് ദീനിനെ ഹയാത്താക്കിയപ്പോൾ ഒരു മരിച്ച് കടന്നിരുന്ന ഒരു മനുഷ്യന്റെ രൂപം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. മഹാനവർകളോട് ഒരു ദിവസം വലിയ പണ്ഡിതനായ ഇമാം ബസാർ എന്നവര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾക്ക് മുഹീദ്ദീൻ എന്ന് പേര് ലഭിക്കാനുള്ള കാരണമെന്താണ്? മഹാനവർകൾ പറഞ്ഞു ഹിജ്റ 510 ഞാൻ ബഗ്ദാദിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ചെരുപ്പ് ധരിക്കാതെ ബഗ്ദാദിന്റെ ഒരു ഭാഗത്തുകൂടെ ഞാൻ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ യാത്രയിൽ രോഗം ബാധിച്ചൊരു വ്യക്തിയെ ഞാൻ കണ്ടു. ശരീരം മെലിഞ്ഞ, അദ്ദേഹത്തിന്റെ രൂപഭാവങ്ങൾ കണ്ടാൽ ആരും അടുത്തേക്ക് പോവുകയില്ല. ആ രൂപത്തിൽ കോലം മാറിയ ഒരു വ്യക്തി. കാണുന്നവരൊക്കെ വെറുപ്പ് കൊണ്ട് മാറിപ്പോ. എന്തോ ഒരു രോഗം പിടിച്ചു കിടക്കുന്ന ആളാണ്. പകരുമോന്ന് പേടിച്ചിട്ട് ആളുകളൊന്നും തൊടൂല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ അടുത്തുകൂടെ അങ്ങനെ പോകുമ്പോ രോഗിയായി കിടക്കുന്ന മോഡലിലുള്ള ആ ഒരു വ്യക്തി എന്നോട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ അബ്ദുൽ ഖാദിർ. സലാം പറഞ്ഞപ്പോ ഞാൻ സലാം മടക്കി. എന്നോട് പറഞ്ഞു അടുത്തേക്ക് വരുമെന്ന്. പക്ഷെ സാധാരണ ആളുകൾ കണ്ടാൽ ആരും അടുക്കൂല. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു ഓവുചാലില് പുഴുക്കള് ബാധിച്ച് ശരീരം മെലിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രൂപത്തിൽ ഒരാൾ കിടക്കുന്ന കണ്ടാൽ പെട്ടെന്ന് എല്ലാവരും ചെന്ന് എടുത്ത് എഴുന്നേൽപ്പിക്കില്ല. ചിലപ്പോ ആരോടെങ്കിലൊക്കെ വിവരം പറയും, ഇങ്ങനെ ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു സലാം മടക്കിയപ്പോ ഈ കിടക്കുന്ന ആള് പറഞ്ഞു അടുത്തേക്ക് വരുമെന്ന്. മഹാനവർകൾ പറഞ്ഞു ഞാൻ അടുത്തേക്ക് ചെന്നു. എന്നോട് പറഞ്ഞു എന്നെ പിടിച്ചൊന്ന് ഇരുത്തൂന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 കൈയും കൊടുത്തൊന്ന് പൊക്കി ഇരുത്തി ശരിയായ നിലക്ക് അദ്ദേഹത്തെ ഇരുത്തിയപ്പോ ശരീരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ മാറാൻ തുടങ്ങി. നല്ല രൂപം വന്നു, നല്ല കളറ് വന്നു, ഭംഗി വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം നായിട്ട് മാറിയപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു എനിക്ക് പെട്ടെന്ന് പേടിയായി പോയി. കാരണം നേരത്തെ കിടക്കുന്നത് രോഗിയായിട്ടാണ്, രൂപങ്ങളൊക്കെ മാറിയിട്ട്
ഞാനൊന്ന് കൈപിടിച്ചൊന്ന് പൊക്കിയിരുത്തിയപ്പോഴേക്ക് നല്ല ബോഡിയും നല്ല രൂപവും നല്ല ശൈലിയൊക്കെ വന്നപ്പോ പെട്ടെന്നുള്ള ചേഞ്ച് കണ്ടപ്പോ എനിക്കൊരു പേടി. എന്നിട്ട് എന്നോട് ചോദിച്ചു, താരിഫുനി എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല. എന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, അനദ്ദീൻ, ഞാൻ ദീനാണ്. ദീനിപ്പോ എങ്ങനെയുള്ളത്? നമ്മുടെ നാട്ടിൽ ദീനിപ്പ ആ രോഗി കിടക്കും പോലല്ലേ ഉള്ളത്. ദീനിനെ പറ്റി നന്നായി അറിയണം, പഠിക്കണം, അമല് ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ദീനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവ് നമ്മൾ പഠിച്ചിരിക്കും. എന്നെ അറിയുമോ? അറിയില്ല, ഞാനാണ് ദീന്. വകുന്തു ദസ്സർതു കമാ റഅയ്തനി, നിങ്ങൾ എന്നെ കണ്ടതുപോലെ ഞാൻ പുതച്ചു മൂടി കിടക്കുകയായിരുന്നു. എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ അഴുക്കൾ വന്ന് ചേർന്നിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യ മനസ്സുകളിൽ ദീനിന്റെ വിവരങ്ങളില്ല, കോലം മാത്രമേ ഉള്ളൂ, ദീനില്ല ആരിലും. അതുകൊണ്ട് അല്ലാഹു നിങ്ങളെ കൊണ്ട് എന്നെ ഹയാത്താക്കി. നിങ്ങൾക്ക് ദീന് ഹയാത്താക്കാൻ പറ്റും എന്നതിന്റെ തെളിവാണ് രൂപങ്ങളൊക്കെ മാറി ആര് കണ്ടാലും വെറുക്കുന്ന രൂപത്തിലുള്ള എന്റെ അടുത്തേക്ക് നിങ്ങൾ വരികയും എന്നെ പിടിച്ചിരുത്താൻ പറഞ്ഞപ്പോ നിങ്ങൾ ഇരുത്തുകയും ചെയ്തില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ദീന് ഹയാത്താക്കാൻ കഴിയും. അല്ലാഹു തആല നിങ്ങളെ കാരണമായിട്ടാണ് എന്നെ ഹയാത്താക്കിയത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം എന്നെ വിളിച്ചു അവസാനം യാ സയ്യിദി മുഹിയുദ്ദീൻ എന്ന് വിളിച്ചു. വല്യപ്പയും ഉമ്മയും ഒക്കെ ചേർത്ത് വിളിച്ച പേര് അബ്ദുൽ ഖാദിർ എന്ന പേരാണ്. സഹോദരങ്ങളെ, ആ പേരിട്ടിട്ട് 40-40 വർഷം കഴിഞ്ഞപ്പോഴാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെയുള്ള ഒരു പേര് വരുന്നത്. ദീന് നല്ലോണം പഠിച്ച് ആ ദീന് കൊണ്ട് അമല് ചെയ്ത് ജീവിച്ച് പരിപൂർണ ത്യാഗം ചെയ്ത് ഏത് ആളിൽ നിന്ന് എന്ത് ഭക്ഷണം കിട്ടിയാലും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ചോദിക്കും, നിന്റെ ജോലി എന്താണ്? നിന്റെ ജോലി എന്താണെന്ന് ചോദിക്കും. ജോലി ഒന്നുമില്ലെങ്കിൽ ഈ ഭക്ഷണം എവിടുന്നാ കിട്ടിയതെന്ന് ചോദിക്കും. പൂർണ്ണമായും ഹലാലാണ് എന്ന് ബോധ്യപ്പെട്ടാൽ മഹാനവറുകൾ ഭക്ഷിക്കും, അല്ലെങ്കിൽ വേണ്ട കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്നു. ചെറിയൊരു സംശയം വരുന്നത് പോലും മഹാനവറുകൾ സ്വീകരിക്കുകയില്ല. അതാണ് അവരുടെ സുഹൃദ്, ത്യാഗം എന്ന് പറയുന്നു. ആളുകൾക്ക് ഈമാനും തഖ്വയുണ്ടെങ്കിൽ ഈമാനും തഖ്വക്കും ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടുന്ന വിഷയമാണ് സുഹൃദ്. പരിപൂർണമായും ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ബോധവും അതിനുള്ള കഴിവും അതാണ് സുഹൃദ്. വസ്സുഹുദു അഹ്സനു മൻസിബിൻ ബഅദ തുഖാ വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. സുഹൃദ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല സ്ഥാനമാണ്. ഈമാനുണ്ടോ തഖ്വയുണ്ടോ പിന്നെ നിന്നിൽ വരേണ്ട ഏറ്റവും നല്ല സ്ഥാനം സുഹൃദാണ്. കഴിവിന്റെ പരമാവധി ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കണം. ബിസിനസ് രംഗത്താണെങ്കിലും ശരി, ഇടപാടിന്റെ വിഷയത്തിലാണെങ്കിലും ഒരുപാട് മാലിന്യങ്ങൾ കലർന്ന രൂപങ്ങളാ നമ്മുടെ മുന്നിലുള്ളത്. നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഹലാലായ മാർഗങ്ങളിലൂടെ തന്നെ പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരും. എന്നാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങുമ്പോ നല്ല മാർഗങ്ങൾ അല്ലാഹു തആല തുറന്നു തരും. വബിഹി യനാലു മഖാമ അർബാബിൽ ഉലാ. സുഹൃദ് കൊണ്ട് മഹത്തുക്കളുടെ സ്ഥാനം എത്തിക്കാൻ കഴിയും. എന്തേ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ ചിന്തിച്ചത്? എല്ലാവരോടും ഭക്ഷണം എവിടുന്നാണ് കൊണ്ടുകൊടുക്കുമ്പോ ചോദിക്കുന്നത് എന്തിനാണ്? ചെയ്യുന്ന അമലിന് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത വേണോ?
നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ചെറിയ ദിക്റാകട്ടെ, യഥാർത്ഥ മാധുര്യം ആസ്വദിക്കാൻ കഴിയണോ? റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ വെച്ചൊരു നിബന്ധനയാണ്. കുലൂ മിമ്മാ റസഖകുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ. അല്ലാഹു നൽകിയതിൽ നിന്ന് വളരെ വിശുദ്ധമായ ഹലാലായ നിലക്കുള്ള ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കണം. സഹോദരങ്ങളെ, കോഴിയിറച്ചി വാങ്ങാൻ പോകുന്ന ആള് ആരാണ് അറുത്തത്, അറിവ് ഷഹീഹായിട്ടുണ്ടോ എന്ന് ശരിക്കയാള് ബോധ്യമാകണം. കുറെ ഇറച്ചി കൂട്ടിവെച്ചതിൽ നിന്ന് നമ്മൾ അങ്ങ് തൂക്കി വാങ്ങുമ്പോ ഒരു പക്ഷേ ചെലവാക്കുന്ന ആള് ഇറച്ചിയുടെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കമില്ലാത്തതിനെയും വെട്ടിയിട്ടാൽ നമ്മൾ ഭക്ഷിക്കുന്നത് കടുത്ത നജസാണ്, നമ്മൾ ഭക്ഷിക്കുന്നത് മാലിന്യമാണ്. അതുകൊണ്ടാണ് ഓരോരുത്തരും അറിവ് അറിയുന്ന ആള് നല്ലോണം കോഴിനെയും മറ്റും അറുക്കാൻ അറിയുന്ന ആള് അറുക്കണം, എന്നിട്ട് ആ രീതിയിലുള്ളത് ഭക്ഷിക്കണം. അറുത്തത് ആരാണ് എന്നുള്ളൊരു നോട്ടം അത് മുമ്പ് കാലത്തെ ഉണ്ട് സഹോദരങ്ങളെ, ഇപ്പോൾ മാത്രമല്ല. 3 നൂറ്റാണ്ട് ഗുഹയിൽ താമസിച്ച ഔലിയാക്കളല്ലേ അസ്ഹാബുൽ കഹ്ഫ്. 3 നൂറ്റാണ്ടല്ലേ ഈമാനും കൊണ്ട് നാട് വിട്ടുപോയിട്ട് ഈമാനിന്റെ സംരക്ഷണാർത്ഥം തസ്ബീഹിലും ദിക്റിലുമായി കഴിഞ്ഞപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ശരീരത്തിന് ഉറക്കം കൊടുത്ത് ഒരു ചെറിയ വെയിൽ പോലും കൊള്ളിക്കാതെ, മഴ പോലും കൊള്ളിക്കാതെ ആ ഗുഹയുടെ അന്തർഭാഗത്ത് എത്ര സുഖമായിട്ടാണ് അവരെ അള്ളാഹു ഉറക്കി കിടത്തിയത്. പക്ഷേ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു നോക്കിയാൽ അവര് ഉറങ്ങുന്നവരല്ല, ഉണർന്നവരാണ്. അവര് നല്ല സന്തോഷത്തിലുള്ള ഉറക്കത്തിലാണ്. ഒരേ ഭാഗത്തേക്ക് കടന്നിട്ട് ക്ഷീണമുണ്ടോ? ഇല്ല. ഉറങ്ങുന്ന ആൾക്ക് സ്വാഭാവികമായും ഒരു ഭാഗത്തേക്ക് കടന്നാല് ശരീരത്തിന് തരിപ്പ് ബാധിക്കും, രക്തത്തിന് സമ്മർദ്ദം വരും. അപ്പോഴല്ലേ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മറിക്കാറുള്ളത്. അല്ലാഹു തആല പറയുന്നു, അവരെ ഉറക്കത്തിനൊരു തകരാറും വരാതെ വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്തശ് ശിമാൽ, വലത്തെ ഭാഗത്തേക്കും ഇടത്തെ ഭാഗത്തേക്കും നമ്മൾ അവരെങ്ങനെ മാറ്റിമറിക്കുന്നു. 3 നൂറ്റാണ്ട് കാലം ഗുഹയുടെ ഉള്ളിൽ താമസിച്ചത് എത്രയാണ് അവർക്ക് അനുഭവപ്പെട്ടത്? ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. കുറെ കാലം കഴിഞ്ഞു അവർക്ക് തോന്നിച്ചിട്ടില്ല. അല്ലാഹു തആല ഒരു ദിവസമോ അല്ലെങ്കിൽ അര ദിവസമോ മാത്രമല്ലേ നമ്മൾ ഇതിന്റെ ഉള്ളിൽ താമസിച്ചത്. ഇങ്ങനെ ഒരു ദിവസത്തെ കണക്ക് നമ്മൾ ഇന്നലല്ലേ ഗുഹയുടെ ഉള്ളിൽ കയറിയത്. ഇന്നിപ്പോ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോ നമ്മൾ എഴുന്നേറ്റല്ല ഇപ്പൊ ഒരു ദിവസം. അതല്ല, നമ്മളിപ്പോ ഉച്ച കഴിഞ്ഞല്ലോ, രാവിലെ ഗുഹയുടെ ഉള്ളിലേക്ക് കടന്നിട്ട് ഉച്ചന്റെ ശേഷം എഴുന്നേറ്റതാണോ? എങ്കിൽ ബാലുയോം അര ദിവസമായിട്ട്. 300 കൊല്ലം വിശ്രമിച്ച ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അനുഭവം നോക്ക് നിങ്ങൾ. ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം. സഹോദരങ്ങളെ, എന്ത് സുഖമാണ് അല്ലാഹു തആല അവർക്ക് കൊടുത്തത്. എത്ര വലിയ സന്തോഷമാണ് ദിക്റിലും തസ്ബീഹിലും വിശ്രമിക്കുന്ന ആളുകളുടെ കണ്ണിനും ശരീരത്തിനും അല്ലാഹു തആല കൊടുത്തത്. ഒരു ചെറിയ വെയിൽ പോലും അല്ലാഹു തആല കൊള്ളിച്ചില്ലല്ലോ. ഇതൊരു ബഹുമാനാണ് അല്ലാഹു തആല കൊടുത്തത്. അവരെ ഗുഹയുടെ ഉൾഭാഗത്തേക്ക് വെയിൽ വരുമ്പോ വെയിൽ അവരെ ഉള്ളിലേക്ക് എത്തുന്ന സമയത്ത് അല്ലാഹു തആല മറ്റൊരു ഭാഗത്തേക്ക് അവരെ മാറ്റിക്കിടത്തി. നമ്മൾ ആ ഗുഹ പോയിട്ട് ശരിക്ക് കാണണം. ജോർദാനിൽ നിന്നൊരു 100 കിലോമീറ്റർ സഞ്ചരിച്ചാൽ അവിടെ ബഞ്ചലൂസ് പർവ്വതത്തിലാണ് ആ ഗുഹയുള്ളത്. അത് കാണുമ്പോ അവരാ വിശ്രമിച്ച സ്ഥലമൊക്കെ ഉണ്ട്. ആ വിശ്രമിച്ച സ്ഥലത്തിന്റെ ചുറ്റുഭാഗത്തുമായിട്ടാണ് അവരെ മഖ്ബറയുള്ളത്. അല്ലാഹുവിന്റെ സിയാറത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ സിയാറത്തിന് പോയപ്പോ നമ്മളെ കൂടെ അന്ന് ബഹുമാനപ്പെട്ട താജുശ്ശേരിയ ഉസ്താദൊക്കെ ഉണ്ടായിരുന്ന സിയാറത്തിൽ അല്ലാഹു അടുത്ത് ദർജയേറ്റി കൊടുത്തു. കുറെ നേരം ഉസ്താദ് നിന്ന് ദ്വാരുന്ന ഒരു സ്ഥലമാണ്.
എത്ര ദ്വാരുന്നാലും പൂതി മാറില്ല എന്ന് പറഞ്ഞു. കാരണം അസ്ഹാബുൽ കഹ്ഫ് അവര് യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാര് ദീന് കൊണ്ട് നടന്നപ്പോ അല്ലാഹു തആല കൊടുത്ത ഒരു ബഹുമാനം, കറാമത്ത് ഇത് ചെറുതല്ല. പരിശുദ്ധ ഖുർആനിൽ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് അല്ലാഹു തആല അസ്ഹാബുൽ കഹ്ഫിന്റെ കറാമത്ത് സ്ഥിരപ്പെടുത്തിയത്. അതിലേറ്റവും വലിയ ബഹുമാനമാണ് അവരെ ശരീരത്തിന് അല്ലാഹു തആല നൽകിയ കാവൽ. സഹോദരങ്ങളെ, ആ ശരീരം അവർ വിശ്രമിക്കുന്നത് മണ്ണിലല്ലേ? പായം തലക്കിലൊന്നും കൊണ്ടുപോയിട്ടില്ല, മണ്ണിലല്ലേ അവർ കിടക്കുന്നത്. നമ്മളെ നാട്ടിൽ ഒരു മണ്ണിലേക്ക് ഒരു ഡ്രസ്സ് ഒരു മണ്ണിലേക്ക് ഇട്ടാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ആ ഡ്രസ്സിന്റെ ചുറ്റുഭാഗത്തും കുറെ ആളുകൾ വന്ന് കടിച്ചിട്ട് ഏകദേശം ഇങ്ങനെ കുറെ ഓട്ടയാക്കി വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാല് പതുക്കെ തിന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ കാണാനില്ല, അവിടെ ഒരു മണ്ണിന്റെ പുറ്റ് മാത്രം. പക്ഷേ ഈ ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്ന 7 മഹാന്മാർ, അവരാ ഗുഹയുടെ ഉള്ളിൽ ദിക്റിലും തസ്ബീഹിലുമായി കഴിഞ്ഞപ്പോ അവരെ തെരഞ്ഞു പിടിക്കാൻ വേണ്ടി ഉത്തരവിട്ട രാജാവ് പോലും അവരെ രംഗം കണ്ട് പേടിച്ചു പോയി. അത് അല്ലാഹു തആല കൊടുത്ത മറ്റൊരു കറാമത്താണ്. ഇവരെ കണ്ടതെങ്ങനെ? കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്നതായിട്ട്. അപ്പൊ നമുക്ക് സമാധാനം. ആരെങ്കിലും ഓർക്കുമ്പോ കണ്ണ് തുറന്നു കിടന്നാല് അസ്ഹാബുൽ കഹ്ഫിന്റെ ഇത്തിബാ എന്ന് പറയാലോ. കണ്ണ് തുറന്നിട്ടാ ഇവർ കിടക്കുന്നത്. അവരെ കാണുമ്പോ നിനക്ക് നീ വിചാരിക്കും ഉണർന്നവരാണ്. കാരണം കണ്ണ് ഓപ്പണാ, ശരിക്കും തുറന്നിട്ടാണ്. അതാരെങ്കിലും പെട്ടെന്ന് പോയി നോക്കുമ്പോ 7 ആളിങ്ങനെ തുറന്നു കിടക്കുന്ന കണ്ടാ പേടിയായി പോയി. 7 ആളും കണ്ണ് ഓപ്പൺ ചെയ്തല്ലേ കിടക്കുന്നത്. അപ്പൊ രാജാവ് മനസ്സിലാക്കി ഇവര് ഉറങ്ങിയിട്ടുണ്ടാകൂല, മരിച്ചിട്ടുണ്ടാകൂല. ഒരു പണി ചെയ്യാം, ഇവര് ശ്വാസം മുട്ടി മരിക്കട്ടെ എന്ന് കരുതിയിട്ട് ആ ഗുഹയുടെ ഭാഗം അടച്ചു കളയാൻ പറഞ്ഞു രാജാവ്. പക്ഷെ അത് അല്ലാഹു തആല രാജാവിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അവർക്ക് വലിയൊരു പ്രൊട്ടക്ഷനായി. ഇനി ആരും വരൂലല്ലോ. ഗുഹയുടെ ഭാഗം മൊത്തം അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും വരാനില്ലല്ലോ, കാരണം ഒക്കെ അടച്ചില്ലേ. ആ അടച്ചതിന്റെ ഉള്ളിൽ കുറച്ചുകൂടി സുഖം കിട്ടി. ഇനി മഴയും കൊള്ളൂല, വെയിലും ആകൂല. എന്തൊരു സന്തോഷം. മേൽക്കൂരയില്ലാത്തതിന് രാജാവിനെ കൊണ്ട് ഇപ്പൊ ഒരു മേൽക്കൂരയും കിട്ടി, നല്ലൊരു വാർപ്പൊക്കെ കിട്ടി. അവർ സുഖമായി കിടന്നു. പിന്നെ അതിലൂടെ നടക്കുന്ന ഒരു ആട്ടിടയന് തോന്നിയതാണ്, എന്തിനാ ഇവിടെ ഈ ഒരു കുന്നിന്റെ മുകളിൽ, ഒരു മലയുടെ മുകളിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഭദ്രമായിട്ടുള്ള ഒരു കെട്ട്? അത് പതുക്കെ പൊളിച്ച് എന്റെ ആടുകൾക്ക് അപ്പുറത്തൊരു കൂടുണ്ടാക്കിയാൽ, കൂടാറുണ്ടാക്കിയാൽ തിരക്കിടില്ല എന്ന് തോന്നിപ്പോയി. അത് തോന്നിപ്പിച്ചതും അല്ലാഹു തആലയാണ്. എന്തിന്? ഈ മഹാന്മാരുടെ ബഹുമാനം പുറത്ത് അറിയിക്കാൻ വേണ്ടി. അങ്ങനെ ആ മഹാന്മാരെല്ലാവരും കൂടി ഒന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ അവരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, വിശക്കുന്നുണ്ട്, അതുകൊണ്ട് ഭക്ഷണം വേണം, നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ പറഞ്ഞേക്കണം. അപ്പൊ അവരെ കയ്യിൽ ഉണ്ടായിരുന്ന കാശ് പോലും ഒന്നും ആയിട്ടില്ല എന്നർത്ഥം. ഈ കാശ് എന്നത്തെ കാശാണ്? 3 നൂറ്റാണ്ട് മുമ്പുള്ള കാശാണ്. നമ്മളെ നാട്ടിലെ ഒരു 5 വർഷം മുമ്പുണ്ടായിരുന്ന 2000-ന്റെ നോട്ടിപ്പ് കൊടുത്താരെങ്കിലും എടുക്കോ? ആരെടുക്കാനാ? ഒരു 1000-ന്റെ നോട്ട് കൊടുത്താലെടുക്കോ? പഴയ 500 കൊടുത്താൽ എടുക്കോ? ഇത് 3 നൂറ്റാണ്ട് മുമ്പ് അവരെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചതാണ്. പക്ഷേ 3 നൂറ്റാണ്ടായതിന്റെ ഉള്ളിൽ കയറിയിട്ടൊന്നുമില്ലല്ലോ. ഒരു ദിവസം അല്ലെങ്കിൽ അര ദിവസം ഭക്ഷണത്തിന് ഒരാൾ പറഞ്ഞേക്കാണ് കാശ് കൊടുത്തു. ഈ പോകുന്ന ആളോട് എല്ലാവരുടെയും നിർദ്ദേശം ഒന്നാണ്. എന്താ നിർദ്ദേശം? പോയിട്ട് ഭക്ഷണം വാങ്ങാൻ പോകുന്ന ആളോട് പറഞ്ഞു, ഹലാലായ ഭക്ഷണം ഏതാണ് എന്ന് നോക്കിക്കൊണ്ടുവരണം. ഹലാലായ ഭക്ഷണം ഏതാണ് എന്ന് നോക്കിയിട്ട് വാങ്ങിക്കൊണ്ടുവരണം. ഹലാലല്ലാത്തൊരൊറ്റ ഭക്ഷണവും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരരുത്. ഈമാനിന്റെ സംരക്ഷണത്തിനല്ലേ
നമ്മൾ പണക്കാരുടെ മക്കളായിട്ട് പോലും അവരെ പണം കണ്ട് നാട്ടിൽ നിൽക്കാതെ ഈ നാട്ടിലേക്ക് നമ്മൾ ഈമാനിന്റെ സംരക്ഷണാർത്ഥം പോകുന്നത് ഈമാനും ഇഖ്ലാസും ഇസ്ലാമും ഒക്കെ രക്ഷപ്പെടുത്താനല്ലേ. ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടത് തകർന്നുകൂടാ. അതുകൊണ്ട് ഹലാലായ ഭക്ഷണം ഏതെന്ന് അന്വേഷിക്കണം. ഇത് ഈ പോകുന്ന ആളോട് പറയാനൊരു കാരണമുണ്ട്. അന്നത്തെ കാലത്ത് ഇറച്ചിക്കടയും മറ്റുമൊക്കെ കൂടുതലും കൈകാര്യം ചെയ്തിരുന്നത് മജൂസികളാണ്, മുസ്ലിങ്ങളല്ല. തഫ്സീറിൽ കാണാം അവരറുത്തതാണ് അധികം ഉണ്ടാകുക. അതുകൊണ്ട് അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം വാങ്ങിക്കൊണ്ടുവരാൻ. കാശുകൊണ്ട് പോയിട്ട് എന്തേലും വാങ്ങിക്കൊണ്ടുവരരുത്. അത് നമുക്കൊക്കെ ഉള്ളൊരു പാടാണ്. നമ്മൾ പോവുക ചിക്കൻ സ്റ്റാൾ, ഇറച്ചി 1 കിലോ, അറുത്തതേത്, അറുക്കാത്തതേത്, ചത്തതേത്, ചാകാത്തതേത്, നമുക്ക് ഇറച്ചി കിട്ടണം. അങ്ങനെ തിന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കരിക്കുമ്പോൾ കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കും ഒക്കെ ചിന്ത പോകും. വേണമെങ്കിൽ അബുദാബിയിലെത്തും, വേറെയുള്ള സ്ഥലത്തൊക്കെ എന്താ ഓതിയതൊന്നും എന്താ പറഞ്ഞൊന്നും ബോധമുണ്ടാവില്ല. ഞാനിപ്പോ നിസ്കാരത്തിലാണോ എന്നുള്ള ചിന്ത ഉണ്ടാവില്ല. ദ്വാർക്കുമ്പോ ഇഖ്ലാസ് ലഭിക്കൂല, ഖുർആൻ ഓതുമ്പോ മനസ്സ് കിട്ടൂല, ഒന്നും കിട്ടൂല. ചെയ്യണ അമല് നല്ല അമലാകണമെങ്കിൽ ഭക്ഷിക്കുന്നത് നല്ലതാകണം. അതെല്ലാവരോടും അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഏറ്റവും അധികം ആ വിഷയത്തിൽ വലിയ ശ്രദ്ധ പാലിച്ചവരല്ലേ മുർസലീങ്ങൾ. അവരോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് കുലൂ മിനത്ത് ത്വയ്യിബാത്തി വഅമലൂ സ്വാലിഹാ. മുർസലീങ്ങളെ നല്ലത് ഭക്ഷിച്ചിട്ട് നല്ലത് ചെയ്യണം. നല്ലത് ഭക്ഷിച്ചെങ്കിലേ നല്ലത് ചെയ്യാൻ കഴിയൂ, അല്ലേ കഴിയൂല. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പട്ടിണി കിടന്നിട്ട് എത്ര ദിവസം നടന്നിട്ടുണ്ടെന്നറിയോ? എന്തിന്? ഈ തരുന്ന ഈ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ സംശയം വന്നിട്ട്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ അത് റാഹത്ത് പോരാ കഴിക്കാൻ. അങ്ങനെ പിന്നെ നടക്കാണ്. വെള്ളം കുടിക്കും, വെള്ളം മാത്രം കുടിച്ച് മുന്നോട്ട് പോകാൻ കഴിയോ? പക്ഷെ അവര് സുഹൃദാണത്. ആ സുഹൃദിലായി നടന്നിട്ട് അത്രയും സുഹൃദ് പാലിച്ചത് കൊണ്ടാണ് ഇബ്ലീസിന് പോലും ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ പറ്റിക്കാൻ കഴിഞ്ഞില്ല. സഹോദരങ്ങളെ, അസ്ഹാബുൽ കഹ്ഫ് കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാൻ, ആ ഔലിയാക്കളിൽ ഒരു ചെറുപ്പക്കാരനായ വലിയ പോയിട്ട് കടയിൽ ഭക്ഷണം വാങ്ങുന്ന കടയിലേക്ക് ഈ കറൻസി കൊടുത്തപ്പോ, അവരെ കയ്യിലുള്ള കാശ് കൊടുത്തപ്പോ ആ കടക്കാരൻ ആ കറൻസിയും നോക്കാണ്, ഈ കൊണ്ടുവന്ന നാണയവും നോക്കാണ്, കൊണ്ടുവന്ന ആളെയും നോക്കാണ്. അപ്പൊ ഇദ്ദേഹത്തിന് പീടിയിൽ പോയി, പടച്ചോനെ ആരോടും പറയരുത്, സ്വകാര്യമായിട്ട് വരണം എന്നാ പറഞ്ഞത്. മറ്റേ രാജാവ് നാട്ടിലുണ്ടാവും എന്ന് കരുതിയിട്ട് ആരും അറിയിക്കരുത്, സ്വകാര്യമായിട്ട് വേണം വാങ്ങി വരാനെന്ന നിർദ്ദേശം. പക്ഷെ ഈ നോട്ടം കണ്ടപ്പോ പേടിയായി പോയി. അല്ല, നിങ്ങള് ഏത് നാട്ടുകാരനാ ചോദിക്കാൻ തുടങ്ങി. എന്തേ എങ്ങനെ? ഇതൊന്നും ഇപ്പൊ ഇല്ല, ഈ നാണയമൊന്നും ഇപ്പൊ നിലവിലില്ല, ഇതൊക്കെ പണ്ടെന്നുള്ളതാണല്ലോ, നിങ്ങൾ ഈ നാട്ടുകാരനൊന്നുമല്ലേ? അപ്പോഴേക്ക് ആളുകൾ കൂടിപ്പോയി. നമ്മുടെ നാട്ടിൽ ആള് കൂടാൻ അത്ര മതിയല്ലോ, ഒരു ചെറിയ സംഭവം ഉണ്ടായാലും ആളുകൾ കൂടും അല്ലേ? ആളുകൾ കൂടും. ഇവിടെ ഒരു പടക്കണ പൊട്ടിച്ചു നോക്കി, ഈ വാതിനേക്കാളും ആള് കൂടും. ആള് കൂടും. കാരണം ആളുകൾക്ക് ഒരാൾക്കാർ എന്താന്ന് അറിയാൻ വരുമോ? അപ്പൊ ആളുകൾ കൂടൂലേ? ഇഷ്ടംപോലെ ആളാവൂലേ? ആളുകൾ ഇങ്ങനെ കൂടി, കടക്കാരൊക്കെ കൂടി വലിയൊരു ജനാവലിയായി. എല്ലാവരും മാറി ഇതിങ്ങനെ നോക്കണം, ഈ നാണയം നോക്കണം. ഈ നാണയം ഇത് നമ്മളെ പണ്ട് മറ്റേ രാജാവിന്റെ കാലത്തുള്ളതാണല്ലോ. ഏത് രാജാവ്? ദക്കിയാനൂസ് രാജാവിന്റെ കാലത്തെ. ഇയാളേതാ? അല്ലാ, അങ്ങോട്ടും ചർച്ച തുടങ്ങി. അപ്പൊ അവര് നിങ്ങൾ ആരാണ്, നിങ്ങൾ ഏതാണ് എന്നൊക്കെ ചോദിച്ചു. ചോദിക്കണം എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ ചോദിച്ചപ്പോ പുതിയ രാജാവിന് വിവരം കൊടുത്തു. പഴയ രാജാവിന്റെ കാലത്തുള്ള ഒരാള് ഇതാ അങ്ങോട്ട് വന്നിട്ടുണ്ട്. പുതിയ രാജാവാണെങ്കിൽ വലിയൊരു ബേജാറിലുമാണ്. അന്നത്തെ കാലത്തെ ജനങ്ങൾക്കൊന്നും പുനർജീവിതത്തിൽ വിശ്വാസമല്ല.
ബൈദറൂസ് രാജാവെന്ന സ്വാലിഹായ മനുഷ്യൻ അള്ളാഹിനോട് ദുആർക്കാണ്, പടച്ചോനെ ഈ ആളുകളെ ഈമാന് മാറ്റുകൂട്ടുന്ന എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം, ഒരു അടയാളം നിന്റെ ഭാഗത്തിന് നീ ഉണ്ടാക്കി തരണേ അല്ലാഹ് എന്ന് ദുആർക്കാണ്. അതിനിടക്കാണ് പഴയ കാലത്തെ രാജാവിന്റെ കാലത്ത് ഒരാളെ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. രാജാവും കൂട്ടരും ഓടി വന്നു. രാജാവ് ഇദ്ദേഹത്തെ ബഹുമാന പുരസ്സരം സ്വന്തമായി കൊണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ പേടിക്കണ്ട, പഴയ രാജാവൊക്കെ മരിച്ച കാലം കുറേയായി. ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന രാജാവാണ്, ബൈദറൂസ് എന്നാണ് എന്റെ പേര്. ഞാൻ എപ്പോഴും അള്ളാഹുവിനോട് ദ്വാരക്കുന്നുണ്ട്. ഇപ്പോഴുള്ള ആളുകൾക്ക് 3/4% ആളുകൾക്കും പുനർജീവിതത്തിൽ വിശ്വാസമല്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം ഉണ്ട് എന്ന് ആൾക്കാർക്ക് വിശ്വാസമല്ല. യുക്തിവാദികളായ ആൾക്കാർ മൊത്തതാണ് ആദ്യം തന്നെ അവർ വിമർശിക്കുന്ന വിഷയതാണ്. ഇവിടൊക്കെ ഈ ജീവിതമൊക്കെ നയിച്ച്, ഈ അധ്വാനങ്ങളൊക്കെ നയിച്ച് പിന്നൊരു ജീവിതം വെറുതെ പറയണം. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടി മൊയ്ലിയന്മാരോരോ വർത്താനം. അല്ലട്ടോ, ജീവിതമുണ്ട്, പുനർജീവിതമുണ്ട്. ഉണ്ടെന്നതിന് തെളിവാണ് ഈ കാണുന്ന ഈ പുല്ല് കണ്ടില്ലേ സഹോദരങ്ങളെ? പുല്ലിന്റെ കളറ് മാറി ഉണക്കപ്പുല്ലായി മാറിയത്. ഇനി നല്ല മഴ വർഷിക്കുന്ന സമയത്ത് ഇവിടെ പച്ചപ്പ് വരും, പച്ച പുല്ല് മുളക്കും ഇവിടെ. എന്തിനാണ് അല്ലാഹു തആല ഈ ഉണക്കപ്പുല്ലും പച്ചപ്പുല്ലും തരുന്നത്? അത് മനുഷ്യരെ പഠിപ്പിക്കാനാണ്, പുനർജീവിതത്തിന്റെ ദൃഷ്ടാന്തമായി പഠിക്കുക. ഈ ഉണക്കപ്പുല്ല് വന്നു, നിങ്ങളെ ജീവിതം കുറച്ചു കഴിഞ്ഞിട്ട് അവസാനിക്കും, നിങ്ങൾ മരിച്ചു. പിന്നീട് ഒരു മഴ വർഷിച്ചിട്ട് പച്ചപ്പുല്ല് വന്നത് കണ്ടില്ലേ? ഖുർആൻ അങ്ങനല്ലേ തെളിവ് പറഞ്ഞത്? കദാലിക്കൽ ഖുറൂജ്, ഖബറിൽ നിന്ന് പുറപ്പെടുന്നതും ഇതുപോലെ തന്നെയാണ്. എങ്ങനെ? വൽ അർള മദദ്നാഹാ, ഭൂമിയെ നമ്മൾ നീട്ടി, ആ ഭൂമിയിൽ പ്രവിശാലമായ മലകളെ വെച്ചു, ആ ഭൂമിയിൽ തന്നെ വലിയ മഴ വർഷിപ്പിച്ചു. മഴ വർഷിപ്പിച്ചിട്ട് നേരത്തെ നിർജീവമായി കിടന്നിരുന്ന ഭൂമിയെ നമ്മളിങ്ങനെ സജീവമാക്കിയെടുത്തു. ഉണക്കപ്പുല്ലായി നിന്നിരുന്ന ഭൂമിയെ പച്ചപ്പ് കൊണ്ട് നിറച്ചു. കൃഷിയിടമില്ലാത്ത ഭൂമിയിൽ കൃഷിയിടം കൊണ്ടുവന്നു. നല്ല വെള്ളവും നല്ല ജലാശയങ്ങളും കൊണ്ടുവന്ന് ഒരുപാട് കൃഷിയിടങ്ങൾ ഒരു സീസണിൽ ഉണ്ടായി. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരം തന്നെയാണ് മരിച്ച് മണ്ണിലേക്ക് ചേർന്ന മനുഷ്യൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഈ ഭൂമിയെ നമ്മൾ തരം മാറ്റിയതുപോലെ മനുഷ്യന്റെ ശരീരത്തെയും മറ്റൊരു രൂപത്തേക്ക് മാറിയാലും തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനാണ് പുറമേ ഈ തെളിവ് തന്നിരിക്കുന്നത്. ബൈദറൂസ് രാജാവ് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ കൂടെയുള്ള ആളാണ്, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കുന്നിന്റെ മുകളിൽ ബാക്കി 6 ആളുകളും കൂടിയുണ്ട്, എന്നെ ഭക്ഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ്. രാജാവ് അങ്ങോട്ട് നീങ്ങി, നാട്ടുകാരെ മൊത്തം അങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. നാട്ടുകാരോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് നൽകിയൊരു ദൃഷ്ടാന്തമാണ്. ഇവർ ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചത് ദഖ്യാനൂസ് രാജാവിന്റെ കാലത്താണ്. ആ രാജാവ് ഉള്ള കാലത്ത് ഇവർ ഈ ഗുഹയിലേക്ക് പ്രവേശിച്ച് ഇന്നത്തേക്ക് കൂട്ടി നോക്കുമ്പോ 3 നൂറ്റാണ്ട് കഴിഞ്ഞു. وكذلك عثرنا عليهم ليعلموا أن وعد الله حق وأن الساعة لا ريب فيها. എന്തിനാണ് നമ്മൾ ഗുഹയിലുള്ള ഇവരെ പുറമെയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുത്തത്? അള്ളാഹുവിന്റെ വാഗ്ദത്തം സത്യമാണെന്നും ഖിയാമത്ത് നാൾ നടക്കാനുണ്ട്, അതിൽ സന്ദേഹമില്ലെന്നും പഠിപ്പിക്കാനാണ്. ആളുകളെ ഈമാൻ ഉറച്ചുപോയി. ഈ മഹാന്മാരെ കൊണ്ട് കിട്ടിയ വലിയൊരു ബഹുമാനം മറ്റൊന്ന് അതാണ്. സഹോദരങ്ങളെ, അവരെ ഈമാനൊക്കെ ഉറക്കാനുള്ള കാരണമായി ഗുഹയിൽ നിന്ന് ഇവർ പുറത്തേക്ക് വന്നത് പുനർജീവിതത്തിൽ സംശയിക്കുന്ന ആളുകളുടെ സംശയം നീങ്ങാനും മരിച്ചിട്ടൊരു ജീവിതമുണ്ട്, നമുക്കെല്ലാവർക്കും പുറത്തു വരാനുണ്ട് എന്നവര് ഉറച്ച് വിശ്വസിക്കാനും അവരെ ഈമാനൂട്ടി ഉറപ്പിക്കാനും അതൊരു കാരണമായി. അവരെ കൊണ്ട് അല്ലാഹു മറ്റൊരു കൂട്ടർക്ക് ബഹുമാനം നൽകിയത് ഈമാൻ
ഈമാൻ നൽകിയത് അല്ലാഹു തആല അവരെ ഈമാൻ സ്വീകരിച്ചു എന്നതിന്റെ ഒരു അടയാളമല്ലേ? ഞാൻ പറഞ്ഞു വന്നത് ആ അസ്ഹാബുൽ കഹ്ഫ് പോലും ശ്രദ്ധിച്ച വിഷയമാണ്. കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായും ഹലാലാകണം. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാശി അങ്ങനെയായിരുന്നു. മഹാനവറുകൾ ദീൻ ഹയാത്താക്കുന്ന കാലത്ത് ജനങ്ങൾക്കൊക്കെ പഠിപ്പിച്ച വലിയ സൂക്ഷ്മത, അതേ ദീൻ ഹയാത്താക്കുന്നിടത്ത് മഹാനവറുകൾ ആളുകളെ മുന്നിൽ പഠിപ്പിച്ചു കൊടുത്ത വലിയ സൂക്ഷ്മതക്ക് കിട്ടിയ ബഹുമാനമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ വലിയ കാവൽ. അത് ചെറിയ ബഹുമാനമല്ല. ഭക്ഷണമൊന്നും കിട്ടാതെ നടക്കുന്ന ഒരു കാലമുണ്ട്. അതേ ആ കാലഘട്ടത്തിലാണ് സുഹൃദിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 25 വർഷം സുഹൃദിലായി നടന്ന കാലമുണ്ട്. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ. 25 വർഷക്കാലം നടക്കുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഒന്ന് ക്ഷീണം മാറ്റട്ടെ എന്ന് കരുതിയിട്ട് ഒരു മരത്തിന്റെ അടിയിൽ ഒന്ന് ചാരി വിശ്രമിച്ചൊന്ന് ഉറങ്ങി. ആ ഉറങ്ങിയിട്ട് നല്ല സുഖത്തിൽ ഏർപ്പെടുമ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഒരു ശബ്ദം കേൾക്കുന്നു. യാ അബ്ദുൽ ഖാദിർ. ഒരൊറ്റ വിളിയാണ് കേൾക്കുന്നത്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മേലോട്ട് കണ്ണു തുറന്നു നോക്കി. ആരാ വിളിക്കുന്നത്? വല്ലാത്തൊരു വിളിയാണല്ലോ വിളിക്കുന്നത്. യാ അബ്ദുൽ ഖാദിർ എന്ന വിളി കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വലിയ സുപ്ര തായോട്ട് ഇറങ്ങി വരുന്നു. ഒരു സുപ്ര തായോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ആ സുപ്രയിൽ എന്താണുള്ളത് എന്ന് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സുപ്രയിൽ കുറെ സ്വർണപാത്രങ്ങളുണ്ട്, വെള്ളിക്കോപ്പകളുണ്ട്. സ്വർണപാത്രങ്ങൾ നിറയെ ഭക്ഷ്യവസ്തുക്കളുണ്ട്. വെള്ളിപ്പാത്രത്തിലോ ഒരുപാട് പാനീയങ്ങളുണ്ട്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് ഈ തളികങ്ങനെ തായോട്ട് ഇറങ്ങി വരുമ്പോ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു നോക്കുമ്പോ കൂട്ടത്തിൽ മഹാനവറുകളോടൊരു അഭ്യർത്ഥനയും കൂടി നടത്തി. അഹലൽതുക മാ ഹറംതു അലൈക്. നിങ്ങൾക്ക് നേരത്തെ ഹറാമാക്കിയത് നമ്മൾ ഹലാലാക്കി എന്ന് പറഞ്ഞു. അല്ലാഹ്, വഖദ് ഹല്ലൽതു ലക്കൽ മുഹറമാത്. ഹറാമുകളൊക്കെ നിങ്ങൾക്ക് ഹലാലാക്കി. ഇപ്പൊ ചെറിയൊരു സ്ഥാനം കിട്ടുമ്പോഴേക്ക് ആളുകൾ ചുളിവിൽ എന്തെങ്കിലും ഹലാലാക്കാൻ നോക്കുക ചെയ്യാം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹലാലായിട്ട് ഹറാമായിട്ട് തന്നെ നിൽക്കണം. അതിൽ മാറ്റൊന്നുമില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഈ വർത്തമാനം കേട്ടപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഒരൊറ്റ ശബ്ദം ശബ്ദിച്ചു. ഇഖ്സ യാ ലഈൻ. ശപിക്കപ്പെട്ടവനെ മിണ്ടാതെ പോടാ എന്ന് പറഞ്ഞു. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കാലിങ്ങനെ പൊക്കിയിട്ട് ഈ തളികക്ക് നേരെ ഒറ്റ തട്ട് കൊടുത്തപ്പോ മഹാനവറുകൾ പറയാണ്, നല്ല പ്രകാശം ഇങ്ങനെ പൊഴിച്ചുകൊണ്ട് പ്രകാശം അടിച്ചു വീശിയിട്ടാണ് തായോട്ട് വന്നിരുന്നത്. ഫൈദാ ദാലിക്കൻ നൂറു ദലാം. പിന്നെ നോക്കുമ്പോ ആ വെളിച്ചമൊക്കെ ഇരുട്ടായി മാറിയിട്ടുണ്ട്. പിന്നെ എന്നോട് ശബ്ദിച്ച രൂപമോ വതിൽക സൂറത്തു ദുഖാനുൻ. അത് പുകയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദിർ. ആ പുക പിന്നെ എന്നോട് സംസാരിക്കാൻ, അബ്ദുൽ ഖാദിറേ, നജൗത മിന്നി ബിഇൽമിക ബിഅംരി റബ്ബിക വഫിഖിക ഫീ അഹ്വാലി മനാസിലാതിക. നിങ്ങൾ എന്നിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. റബ്ബിന്റെ തീരുമാനം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. നിങ്ങളെ റൂട്ടിൽ പിഴവാകുന്ന റൂട്ട് ഏതാണ് എന്ന് നിങ്ങൾ അള്ളാഹു തന്ന ഇൽമു കൊണ്ട് തിരിച്ചറിഞ്ഞു പോയി. ഇതേ സംഭവം കൊണ്ട് നിങ്ങളെ ഇതേ റൂട്ടിലുള്ള 70 ആളുകളെ വഴിതെറ്റിച്ചാണ് ഞാൻ വരുന്നത്. നിങ്ങൾ എന്റെ 71ാമത്തെ മെമ്പറാകുമെന്ന് കരുതിയിരുന്നു. പക്ഷേ നിങ്ങൾ എനിക്ക് കിട്ടിയില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പറഞ്ഞു, ലില്ലാഹിൽ ഫളിൽ. അല്ലാഹുവിനാണ് സർവ്വ ഔദാര്യവും. അവന്റെ കഴിവില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ശിഷ്യന്മാര് ചോദിച്ചു, ഉസ്താദേ,
വിശപ്പ് സഹിക്കാൻ കഴിയാഞ്ഞിട്ടും നടക്കാൻ കഴിയാഞ്ഞിട്ടല്ലേ നിങ്ങൾ ആ മരച്ചുവട്ടിലിരുന്നത്? നിങ്ങൾക്ക് ആ മുന്നിൽ വന്നത് സത്യത്തിൽ ജീവൻ കാക്കാൻ ഹലാലായ ഭക്ഷണമാകൂലേ? പിന്നത് ശൈത്താനിൽ നിന്നാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഉസ്താദ് എങ്ങനെയാണ് പ്രതികരിച്ചത്? നമ്മളെ നാട്ടിലുള്ള ഏതെങ്കിലും വഴി തിരിഞ്ഞ വഴി കെട്ടുപോയ വഴി തെറ്റിപ്പോയ ആൾക്കാരാണെങ്കിൽ പറയും അല്ലാഹു തആല എനിക്ക് തന്ന വലിയ കറാമത്താന്ന് പറയും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. പേപ്പിക്കാൻ വേണ്ടി ശൈത്താൻ ഒരുമ്പിട്ടതും കറാമത്തായി കൂട്ടിയ പിന്നെന്ത് പറയാനാ? ശൈത്താന്റെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവ് വേണ്ടേ? എങ്ങനെയാണ് ഉസ്താദെ അത് ശൈത്താന്റെ പക്കന്നാന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞത്? ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഇത്തിബാ നമ്മൾ അവിടെയാ മനസ്സിലാക്കേണ്ടത്. എത്ര വലിയ സ്ഥാനവും എത്ര വലിയ ബഹുമാനവും കിട്ടിയാലും ഞാൻ പിൻപറ്റി ജീവിക്കുന്നത് ആരെയാണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകൾ പറഞ്ഞു, ഹറാമ് ഹലാലാക്കി തന്നു എന്നൊരു വർത്തമാനം പറഞ്ഞില്ലേ? ഹറാമ് ഹലാലാക്കേണ്ടത് എനിക്കല്ല, അതെന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിയമം മാറ്റേണ്ടത് അവിടെയല്ലേ? പിന്നെ നിയമത്തിലുണ്ടോ വല്ല ചേഞ്ചും വരുന്നത്? നിയമത്തിൽ ഭേദഗതി വരണമെങ്കിൽ, നിയമത്തിൽ മാറ്റം വരണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് വരണ്ടേ? സ്വർണ്ണപാത്രം തങ്ങൾ കണ്ടിട്ടില്ലേ? വെള്ളിക്കോപ്പ തങ്ങൾ കണ്ടിട്ടില്ലേ? അതിലൊന്നും ഭക്ഷിക്കാനും കുടിക്കാനും കഴിയാഞ്ഞിട്ടാ തങ്ങൾക്കത് ഹറാമല്ലേ, പിന്നെ എനിക്കെങ്ങനെ ഹലാലാകും? ലികുല്ലി വലിൻ ലഹു ഖദമുൻ വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബിവാശി, ഞാൻ എന്റെ സീബാവാക്കാൽ വാശിയെന്നോവർ. പൂർണ്ണചന്ദ്രനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത്. മുത്തുനബി തങ്ങൾക്ക് ഇത് ഹറാമാണല്ലോ, പിന്നെ എനിക്കങ്ങനെ ഹലാലാകാനാ? ആ ഒരൊറ്റ വാക്ക് കേട്ടപ്പോ എനിക്ക് ശൈത്താനാണെന്ന് മനസ്സിലായി. കുട്ടികളെ, ഞാൻ ഒരൊറ്റ തട്ടുകൊടുത്ത് മിണ്ടാതെ പോകാൻ പറഞ്ഞു. അത് ഈ സുഹുദ് കൊണ്ട് കിട്ടിയ വിജയമാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച സുഹുദ്, ആ സുഹുദ് കൊണ്ട് കിട്ടിയ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളാണ് ഈ സുഹുദ് പഠിപ്പിച്ചത്. നിങ്ങൾ കണ്ടില്ലേ, ഒരു ജനാസ സംസ്കാരം കഴിഞ്ഞ്, സംസ്കരണം കഴിഞ്ഞ് മഹാന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇമാം ബൈഹഖിയും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഒരു മയ്യിത്തിനെ മറവ് ചെയ്ത് കഴിഞ്ഞ് നബി തങ്ങളും സ്വഹാബത്തും വരുമ്പോ ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഒരു ചെറിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ട് പോകാന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണത്തിന് വിളിക്കല്ലേ? ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിന് വിളിക്കല്ലേ? പോകുന്നതിന് തകരാറൊന്നുമില്ലല്ലോ. തങ്ങൾ പോയി ഭക്ഷണം അങ്ങനെ കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിരിക്കുന്നു. ഭക്ഷണം അങ്ങനെ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സമയത്ത് സ്വഹാബത്ത് ഭക്ഷണം കഴിച്ച് തുടങ്ങണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ച് തുടങ്ങണം. തങ്ങൾ പറഞ്ഞു, എനിക്ക് ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് ഈ ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ എന്തേന്ന് ചോദിച്ചു, ഇത് യഥാർത്ഥ ഉടമസ്ഥന്റെ അനുവാദമില്ലാതെ വാങ്ങിയ ഒരാടാണ്, ആ ആടിനെയാണ് അറുത്ത് ഭക്ഷണമാക്കിയത് എന്ന് പറയുന്നു. അതാണ് സുഹൃദ്. അത് കഴിക്കുന്ന അത്ര സുഖമുള്ള സംഗതിയല്ല. സാധാരണ ആളുകളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഒരു പക്ഷേ അത് ഹറാമായിട്ടൊന്നും വരൂല, പക്ഷെ അത് ക്വാളിറ്റി കുറവാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഈ ഭക്ഷണം വേണ്ട. അപ്പൊ ആ പുരക്കാര് ചോദിച്ചു, എന്താ നബിയെ തങ്ങൾ കഴിക്കാത്തത്? സമ്മതല്ലാതെയാണല്ലോ ആടിനെ വാങ്ങിയതെന്ന് പറഞ്ഞു. അന്വേഷിച്ച് നോക്കുമ്പോ ശരിയാണ്, ഈ ആടിനെ വാങ്ങാൻ വേണ്ടി പോയത് ആടിന്റെ യഥാർത്ഥ ഉടമയെ കാണാതെ വീട്ടിലുള്ള പെണ്ണുങ്ങളോട് സമ്മതാക്കിയിട്ടാണ് ആടിനെ വാങ്ങിക്കൊണ്ടത്. പെണ്ണുങ്ങളല്ല ആടിന്റെ ആള്. ആടിന്റെ ആള് ആ വീട്ടിലുള്ള രക്ഷിതാവാണ്, ഉപ്പയാണ്. അവരോട് ചോദിച്ചിട്ടില്ല. അപ്പൊ മതിയായ സമ്മതം ഇതിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന്. സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കും വേണ്ടാന്ന്. പിന്നെന്ത് പറയാനാ? നിങ്ങൾ നോക്ക്, അങ്ങനെയാണ്. അറിവില്ലായ്മയുടെ പേരിൽ, അറിയാത്തതിന്റെ പേരിൽ വല്ലപ്പോഴും അങ്ങനെ ഒന്ന് ഭക്ഷിച്ചു പോയാൽ തന്നെ
ഖേദിക്കുന്നവരാണ് അവർ. ഒരു നിലക്കും അങ്ങനെ ഒരു ഭക്ഷണത്തിന്റെ ഒരു ചെറിയ അവശിഷ്ടം പോലും ശരീരത്തിൽ കലരരുതെന്ന് ചിന്തിക്കുന്നവരാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് പറഞ്ഞത് അറുക്കുന്നത് തന്നെ അറിയുന്ന ആള് തന്നെ അറുത്തിട്ടില്ലെങ്കിൽ തന്നെ പ്രശ്നമാണ്. അറവ് അറിയണം, അറുക്കാൻ അറിയണം. കത്തി പിടിച്ച് എല്ലാവർക്കും അറിയാന്നല്ല, അറുത്തിട്ട് തല അങ്ങോട്ട് വേർപെട്ടു പോയാലോ അത് തന്നെ ഭക്ഷിക്കൽ കറാഹത്താണ്. അറുക്കാൻ അറിയില്ല ഒരാൾക്ക്, കത്തിയെല്ലാം മൂർച്ച ഉണ്ടായിരുന്നു, പിടിച്ചോന്ന് പറഞ്ഞു. ഒരാളൊരു ഭാഗം പിടിച്ചു, മറ്റാളും പിടിച്ചു, അറവുണ്ട്. തല മറ്റാളെ കയ്യിലും പോയി ഉടലും ഇങ്ങോട്ടും പോന്നു. എന്നാൽ അത് ഭക്ഷിക്കൽ കറാഹത്താണ്. അറവിന്റെ സമയത്ത് തല വേർപെട്ടു പോകാൻ പാടില്ല. അതിന്റെ അന്നനാളവും ശ്വാസനാളവും അറവേണ്ടത്. അത് ശരിക്കും അറുക്കുകയും വേണം. അറുക്കുന്ന ആള് അറിവ് അറിയുന്ന ആളാകണം. അയാൾ വിസ്മിയല്ലേ അറുക്കുന്ന ആളാകണം. അത് പരിഗണിക്കേണ്ട ഒന്നാണ്. ആരെങ്കിലും അർത്ഥതാകരുത്. അതുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ ഇറച്ചി വാങ്ങുമ്പോഴൊക്കെ വല്യപ്പന്മാരും മറ്റൊക്കെ ചോദിക്കും ആരാ അർത്ഥമെന്ന് ചോദിക്കും. ആദ്യം പോത്തിറച്ചിയാണ് തൂക്കിട്ടെങ്കിലും ചോദിക്കും ആരാ അർത്ഥത്. അത്ര ഒരു പിന്നെ നിസ്കരിക്കുന്നു മറ്റു ആളൊന്നുമല്ല. ഒരു ഫാസിക്കായ മനുഷ്യനാണെങ്കിൽ അവർ തൽക്കാലം ഇന്ന് ഇറച്ചി വേണ്ടെന്ന് വെച്ചാൽ അവര് പോകും. ഞാൻ അതങ്ങനെ ഭക്ഷിച്ചിട്ട് അതും കൂടി നമ്മളെ രക്തത്തിലേക്ക് കലരണ്ടാന്ന് കരുതിയിട്ട് അതവർ പഠിപ്പിച്ചെന്ന സൂക്ഷ്മതയുടെ മാർഗം. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ ജീവിതത്തിൽ പഠിപ്പിച്ച് കാണിച്ചു തന്ന സ്വഭാവങ്ങളാണ്. അവരിത് പകർത്തിയത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ആ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന മുഅ്മിനീങ്ങൾ ശരിയായ നിലക്കുള്ള ഈമാനിലും തഖ്വയിലുമായി ജീവിക്കുമ്പോ നമ്മളോടൊക്കെ പരിശുദ്ധ ഖുർആൻ പറയുന്നൊരു വാക്കുണ്ട്, പലയിടത്തും അല്ലാഹു പറയുന്നുണ്ട്, വജാഹിദൂ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ മുജാഹദ ചെയ്യണം. മുജാഹദ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ സ്വന്തം ശരീരത്തോട് ചില കാര്യങ്ങളൊക്കെ പുരുഷന്മാരും സ്ത്രീകളും ധർമ്മപരമായി ശാസിക്കണം. സ്വന്തത്തോട് നിർബന്ധമായി കൽപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചാൽ അല്ലാഹു പറയുന്നു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ സ്വന്തം ശരീരങ്ങളെ കഠിനാധ്വാനം ചെയ്തിട്ട് നന്മകളിലായി പലതും പഠിപ്പിച്ച് പല തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ധർമ്മസമരം നടത്തി ജീവിച്ച ആളുകൾ, വാളെടുത്ത് പയറ്റിയിട്ട് അക്രമം ചെയ്തിട്ടല്ല. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ കാര്യത്തിൽ ആത്മസമരം ചെയ്ത് ജീവിച്ച ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗങ്ങളിലേക്ക് നമ്മൾ അവരെ ചേർക്കും. അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, വിശദമായി തന്നെ പഠിപ്പിച്ചു. അങ്ങനെ സമരം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ദൃഢനിശ്ചയത്തോടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് 10 കാര്യങ്ങൾ ഉണ്ടാകണം. ജറബൂഹാ ലിഅൻഫുസിഹിം, അവരെ ശരീരങ്ങൾക്ക് അവരുടെ ഒരു പരിശീലന കളരിയാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, അല്ലാ യഹ്ലിഫൽ അബ്ദു ബില്ലാഹി അസ്സ വജല്ല സ്വാദിഖൻ വലാ കാദിബാ ആമിദൻ വലാ സാഹിയാ. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്യരുത്. സത്യമായ കാര്യത്തിനാണെങ്കിലും ചെയ്യരുത്, അല്ലാത്തതിനും ചെയ്യരുത്. ബോധപൂർവവും ചെയ്യരുത്, മറന്നിട്ടും ചെയ്യരുത്. അള്ളാഹിനെ കൊണ്ട് ഒരു വിഷയത്തിനും സത്യം ചെയ്യരുത്. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യവും പറയരുത്. കാരണം എന്താണെന്നറിയോ, ഒരാൾ അങ്ങനെ സത്യം ചെയ്ത് പതിവാക്കിയിട്ട് വല്ലപ്പോഴും ആ സത്യം ചെയ്ത കാര്യം ഒഴിവാകുന്ന സാഹചര്യം വന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ പോലും അതേ ലാഘവത്തോടെ കണ്ടവനായി.
പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അത് പതിവാക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ കഴിയാതിരുന്നാൽ നമ്മൾ ആ സത്യം ചെയ്തത് പാരയാണ് അല്ലാഹു തആലയുടെ മുന്നിൽ വെച്ചാ സത്യം ചെയ്തത്. പടച്ച റബ്ബിനെ പോലും പരിഗണനയില്ലാതായി പോകും. അതുകൊണ്ട് വേണ്ട, മറന്നിട്ടും വേണ്ട, ബോധപൂർവവും വേണ്ട, സ്വാദിക്കായിട്ടും വേണ്ട, കാദിബായിട്ടും വേണ്ട, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാതിരിക്കുക. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, സ്വന്തം ശരീരത്തിന് ശീലമാക്കേണ്ടത് അയ്യജ്തനിബൽ കദിബ ഹാസിലം വജാദ്ദാ, കളിയിലും കാര്യത്തിലും കള്ളം പറയാതിരിക്കുക. തമാശക്ക് പറഞ്ഞാണ്, എന്നാലും കളവ് എഴുതപ്പെടും. തമാശക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളവൊന്നും ഹലാലായിട്ടില്ല. അങ്ങനെ ഹലാലായിട്ടുണ്ട് ഒരു കളവ്. തമാശക്കൊരു കളവില്ല. കാര്യത്തിലും കളവ് പറയാൻ പാടില്ല, തമാശക്കും കളവ് പറയാൻ പാടില്ല. കളവാകുന്ന വാക്ക് അല്ലാത്ത വാക്ക് പറയുന്ന ചില രൂപങ്ങളുണ്ട്. തൗരിയത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മറച്ചു പറയാ. ആ വാക്കിന്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ അത് സത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെ ഒരു രൂപം സ്വീകരിക്കാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ സ്വീകരിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുശ്രിക്കുകൾ ആഘോഷത്തിന് ക്ഷണിച്ചു, ഷിർക്കിന്റെ ആഘോഷത്തിന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി സഖീം, എനിക്ക് സുഖല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിന് പോരുന്ന എനിക്ക് സുഖല്ലാന്ന്. ഇന്നി സഖീമുൽ ഖൽബ്, നിങ്ങളെ ഈ വിഷയത്തിന് പങ്കെടുക്കുന്നതിന് ഞാൻ മാനസികമായിട്ട് അസുഖമുള്ള ആളാണ്. എനിക്കതിൽ തൃപ്തിയില്ല, വേദന ഉണ്ട്. അതുകൊണ്ട് എന്നെ ക്ഷണിക്കരുത്, നിങ്ങൾ പോയിക്കോളൂ. കേട്ട ആള് കേൾക്കുന്ന ആൾക്കാർ വിചാരിച്ചു ശാരീരികമായിട്ടും അല്ല അസ്വസ്ഥത ഉണ്ടാകും, അതുകൊണ്ട് നമ്മൾ ഇനി ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതി അവര് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് ഇന്നി സഖീമുൻ ഐ സഖീമുൽ ഖൽബ്, എനിക്ക് മനോവേദനയുണ്ട്, മാനസികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, വിഷമമുണ്ട്, നിങ്ങളെ കൂടെ വരാൻ നിങ്ങൾ പോയിക്കോളിന്നാ. അതിന് കളവ് എന്ന് പറയില്ല, അതിന് തൗരിയത്ത് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് കുറ്റമില്ല. കള്ളം പറയാൻ പാടില്ല, കാര്യത്തിലും പറയരുത്, കളവായിട്ടും പറയും. കാര്യത്തിനും പറയാൻ പാടില്ല, കളവായിട്ടും പറയാൻ പാടില്ല, തമാശക്കും പറയാൻ പാടില്ല. തമാശക്കും ഒരു കള്ളം പറഞ്ഞുകൊണ്ടും ജയിക്കരുത്. അതൊരു ജയാകൂല, അതൊരു പരാജയമാണ്. സത്യം പറഞ്ഞാൽ എവിടെയും ജയിക്കാൻ പറ്റും. കള്ളം പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് പൊളിയും സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ സഹോദരന്മാര് പറഞ്ഞ കളവ് പൊളിഞ്ഞു പോയത്. 10 ആളും കൂടി വന്നിട്ട് കള്ളം പറഞ്ഞില്ലേ? എന്താ അവര് കള്ളം പറഞ്ഞത്? അവര് കുപ്പായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം വഹിച്ചിട്ട് ആ കുപ്പായത്തിന്റെ മേലെ രക്തക്കറകളൊക്കെ പുരട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം അവര് കൊണ്ടുവന്നിട്ട് അവര് പറഞ്ഞില്ലേ വാപ്പയോട്, നമ്മുടെ സഹോദരനെ ചെന്നായ ഭക്ഷിച്ചുപോയി, ഞങ്ങളെ സാമഗ്രികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇരുത്തിപ്പോയതാണ്, പക്ഷേ പെട്ടെന്ന് ചെന്നായ വന്ന് തിന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം നോക്കിയിട്ട് ഉപ്പ ചോദിച്ചു, മക്കളെ ചെന്നായ നല്ല യുക്തിയുള്ള ചെന്നായയാണല്ലോ, കുടുക്ക് അയക്കാതെ വലിച്ചു കീറാതെ അതേ കുപ്പായം ഇങ്ങനെ പതുക്കെ ഊരി വെച്ചിട്ട് ശരീരം മാത്രം പിടിച്ചു കൊണ്ടുപോയതാണോ? കളവ് പറഞ്ഞ ഇവരിത് കുപ്പായം കീറാൻ മറന്നുപോയി. കുപ്പായത്തിന് ചോരൊക്കെ പുരട്ടിയിട്ടുണ്ട്, പക്ഷെ കുപ്പായത്തിന്റെ കുടുക്കൊക്കെ ബട്ടണൊക്കെ ഇട്ടിട്ടുണ്ട്. കുപ്പായം കീറാൻ മറന്നുപോയി. കീറാൻ മറന്നപ്പോ തന്നെ ആ പറഞ്ഞത് കളവാണെന്ന് ഈ രൂപം കണ്ടപ്പോ തന്നെ തിരിഞ്ഞു. കള്ളം പൊളിയും എങ്ങനെയും, അത് കുറെ കാലം കഴിഞ്ഞാലും പൊളിയും. ഓ, നല്ല യുക്തിമാനായ ചെന്നായാണല്ലോ, കുപ്പായം ഇങ്ങനെ കുടുക്കൊക്കെ ഇങ്ങനെ അയച്ച് റെഡിയാക്കി ഒരു ഭാഗത്ത് ഇട്ടിട്ട് ബോഡി മാത്രം കടിച്ചു കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ കുപ്പായം കീറിയില്ലല്ലോ. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കുപ്പായം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറണ്ടേ? ഈ തിരക്കിനിടയിൽ ബേജാറിനിടയിൽ അത് മറന്നുപോയി. കണ്ടാ, അതാ കളവൻ പൊളിഞ്ഞുപോയി. കളവ് എപ്പോഴും പൊളിയും. കള്ളം പറയാൻ പാടില്ല. മൂന്നാമതായി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു
അൻ യഅദ അഹദൻ ശൈഅൻ ഫയുഖ്ലിഫുഹു ഇയ്യാ. ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ട് അത് ലംഘിക്കുന്നത് സൂക്ഷിക്കണേ. ബാപ്പമാര് മക്കളോടാണെങ്കിലും കിന്നാരം പറയുന്ന സമയത്ത് സ്വന്തം പത്നിയോടാണ് വാഗ്ദത്തം ചെയ്യുന്നതെങ്കിലും ചെയ്യുന്ന വാഗ്ദാനം ലംഘിക്കുന്നത് സൂക്ഷിക്കണം. വാഗ്ദത്തം എപ്പ ചെയ്താലും അത് പാലിക്കുന്നവനാകണം. കുട്ടികൾ നല്ല ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാപ്പാന്റെ വക ഓഫറാണ് മക്കളെ, എല്ലാവരും നല്ല ഫസ്റ്റ് മാർക്കോടെ പാസ്സായിക്കോളൂ. എന്നാ ബാപ്പങ്ങളെല്ലാരും ഉംറക്ക് കൊണ്ടുപോകും. പറയുമ്പോ ബാപ്പ അതിന്റെ ചെലവൊന്നും കണക്കൂട്ടിയിട്ടില്ല. മക്കള് നന്നായി പഠിച്ച് അധ്വാനിച്ചവര് ജയിച്ചു ഫസ്റ്റ് മാർക്ക് വാങ്ങി. കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞല്ലോ ഫസ്റ്റ് മാർക്ക് വാങ്ങിയാൽ ഉംറക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ അപ്പുറത്ത് ഉമ്മയും പറഞ്ഞതുള്ള റെഡി തന്നെ. അന്നാ പിന്നെ കൊണ്ടുപോകാന്നുള്ളത് ലംഘിക്കാൻ പാടില്ല, അത് കൊണ്ടുപോകണം. വാഗ്ദത്തം ചെയ്ത് ലംഘിക്കാൻ പാടില്ല, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും. ചില ആൾക്കാർ വരാന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോ ഒരു പക്ഷെ പിന്നെ വരുന്ന ഒരു പക്ഷെ അവരെ മയ്യത്തായിരിക്കും. വരാന്ന് പറഞ്ഞാൽ വരണം. വരാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ വരും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ വരും തീർച്ചപ്പെടുത്തി പറഞ്ഞാൽ പോകണം. ഞാൻ എവിടെ എത്തും, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. വാഗ്ദത്തമാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വരാൻ കഴിയില്ല. നമ്മൾ വരും തീർച്ചപ്പെടുത്തി പറഞ്ഞു, സമയം കറക്റ്റായി പറഞ്ഞു, ആള് കാത്തുന്നു. നമ്മൾ എത്തിയില്ലെങ്കിൽ എങ്ങനാകൂല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കടം വാങ്ങിയ ഒരു വ്യക്തി ആ കടം വാങ്ങിയ വസ്തു തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നാലിന്റെ സ്ഥലത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാന്നു. പറഞ്ഞ കറക്റ്റ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമോട് വന്നു. അദ്ദേഹം അന്നും വന്നില്ല, പിറ്റേന്നും വന്നില്ല, മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വരുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വരുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, നീ എന്ത് മനുഷ്യനാ? എന്നോട് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടി പറഞ്ഞ എന്നാ? ഇന്നലെ അല്ല, അതിന്റെ മുമ്പ് 2 ദിവസമായി, മൂന്നാമത്തെ ദിവസമാണ് ഇന്ന്. അദ്ദേഹം കുറെ ഒഴിവകയോ പറഞ്ഞു, വാഗ്ദത്തം ലംഘിക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞു. വാഗ്ദത്തം ലംഘിക്കരുത്. വാഗ്ദത്തം ചെയ്യുന്നത് അത് പരിപൂർണമായും പാലിക്കാനാകണം ശ്രമം. ആരോട് വാഗ്ദത്തം ചെയ്തതും ഏതാളോടാണെങ്കിലും ശരി, സ്വന്തക്കാരോടാകട്ടെ പുറത്തുള്ളവരോടാകട്ടെ. നാലാമത്തെ കാര്യം, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നിനെയും ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്നത് വർജിക്കണം. സഹോദരങ്ങളെ, അതൊരു ചെറിയ പൂച്ചയാണെങ്കിലും ശരി, നായനെയാണെങ്കിലും ശരി, അല്ല ഒരു പാമ്പിനെയാണെങ്കിലും ശരി, നമ്മെ ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിലും ശരി, ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വിവിധ രൂപത്തിലുള്ള ആളുകളെ കാണാം, വിവിധ സ്വഭാവക്കാരെ കാണാം. ലഅനത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വർജിക്കുക. അള്ളാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേ സമയത്ത് നമ്മളെ വക നമ്മളൊരു ശാപത്തിന്റെ വാക്ക്, നമ്മളെ വക ഒരു ശാപത്തിന്റെ വാക്ക് വേണ്ടല്ലോ. ഇബ്ലീസിനെ പറ്റി പറയുമ്പോഴും നമ്മളെ വകയല്ലല്ലോ ശാപമുള്ളത്. എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൈഹി എന്നല്ലേ? അത് അള്ളാഹുവിന്റെ ശാപമല്ലേ പറയുന്നത്? ഞാൻ ശപിച്ചിരിക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നല്ലേ പറയുന്നത്? അത് അള്ളാഹു അത്തരത്തിൽ ശാപം നൽകിയത് കൊണ്ടാണ്. നമ്മൾ ആരെയും ശപിക്കരുത്. ഔ യുദീ ദർറതൻ ഫമാ ഫൗഖഹാ, ഒരു ചെറിയ ജീവിയെ പോലും ശല്യം ചെയ്യരുത്, ആക്രമിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ലിഅന്നഹാ മിൻ അഖ്ലാഖിൽ അബ്റാരി വസ്സാദിഖീൻ, അത് മഹാന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ആരെയും ശല്യം ചെയ്യാതിരിക്കുക. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, എത്ര വലിയ മഹാനുഭാവനാണ്. ഔലിയാക്കളിൽ എത്ര വലിയ സ്ഥാനമുള്ള ആളാണ് ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. വുളു എടുത്തു കഴിഞ്ഞിട്ട് 2 കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് നിൽക്കുന്നു. ശിഷ്യനായ യാക്കൂബ് എന്ന് പറയുന്ന ശിഷ്യൻ നോക്കുന്നു, പഠിച്ചോനെ ഉസ്താദ് എന്താണ് കൈതാത്താത്തത്? ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കണം. അത് പിന്നെ പ്രത്യേകം പറയണ്ടേ ഇല്ലല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സംഭാവന കൊടുക്കുന്ന മനസ്സിലായത്. എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കണം ഇൻഷാ അല്ലാഹ്.
ആ സഹോദരങ്ങളെ, കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോ എന്താ പടച്ചോനെ ദുആ കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നത്? വുളൂഇന്റെ ശേഷം ദുആർക്കാൻ വേണ്ടി കൈപൊക്കിയതാണ്. ശിഷ്യനോടി വന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ചു. ഉസ്താദിന്റെ കൈ പിടിച്ചപ്പോഴതാ ഒരു കൊതുക്. ആ കൊതുക് അതിന്റെ പള്ളയൊക്കെ നിറച്ചങ്ങനെ പാറിപ്പോകുന്നു. ഒരു കൊതുക് അതിന്റെ പള്ള നിറച്ചാൽ ഇത്ര കണക്കിനൊന്നും ഉണ്ടാവൂലല്ലോ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. കൊതുക് വന്നിങ്ങനെ കൊതുക് കടിച്ചപ്പോ മഹാനവർകൾ കൊതുകിന് അള്ളാഹു ഇന്ന് കണക്കാക്കിയ ഭക്ഷണം ഇവിടുന്നാണെങ്കിൽ എന്നാ പിന്നെ അതങ്ങ് എടുത്തോട്ടെ എന്ന് കരുതി ഇങ്ങനെ നിന്ന് കൊടുത്താണ്. എന്താണ് അവരുടെ സ്വഭാവം? അല്ലാ, എന്താണ് അവരുടെ മഹത്വം? അപ്പൊ ഈ കൈ വന്ന് പിടിച്ചിട്ട് കൊതുക് മാറിയപ്പോ ശൈഖ് അവർകൾ പറഞ്ഞു ശിഷ്യനോട്, ഈ സാധുവായ ജീവി അതിന്റെ ഭക്ഷണം കഴിക്കുന്നത് നീ ശല്യമാക്കിയല്ലോ, നീ അത് സ്വീപ്പാക്കിയല്ലോ, അതതിന്റെ ഭക്ഷണം കഴിക്കരുത്, അത് കഴിച്ച് സ്വസ്ഥമായി പോയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു നിന്നത്. സുബ്ഹാനല്ലാഹ്. എന്താ സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്. വേറെ ഒരു സമയത്ത് നായക്ക് ഭക്ഷണം കൊടുക്കുമ്പോ വേറൊരാൾ വന്നപ്പോ ആ ആളെ പേടിച്ചുകൊണ്ട് നായ ഓടിയപ്പോ ശൈഖ് അവർകൾ പറഞ്ഞു, ഞാന് നിന്നെ ആട്ടിയതല്ല, അയാള് വന്നത് കാരണം നീ ഓടിയതല്ലേ, അതുകൊണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തരുത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന നായ സ്വന്തം ഭക്ഷണം കഴിക്കുന്ന ബഹുമാനപ്പെട്ട ഉവൈസ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കുന്ന ഒരു വേസ്റ്റ് കൊട്ടയിലേക്ക് നായ വന്നപ്പോ നായനോട് പറഞ്ഞു, നീ അവിടുന്ന് കഴിച്ചോ, ഞാൻ ഇവിടുന്ന് കഴിച്ചോളാം. നിന്റെ ഒരു പിടിയിൽ ഞാൻ കഴിക്കുന്നില്ല, എന്റെ ഒരു പിടിയിൽ നീയും കഴിക്കണ്ട, നീ നിന്റേത് കഴിച്ചോ, ഞാൻ എന്റേത് കഴിച്ചോളാം. എന്താണ് അവർ പറയുന്നത്? ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറയാണ്, നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ല, നീ നിന്റെ ഭാഗത്തുനിന്ന് കഴിച്ചോ, ഞാൻ എന്റെ ഭാഗത്തുനിന്ന് കഴിച്ചോളാം. അതേ സമയത്ത് സിറാത്ത് പാലം വിട്ടുകടന്നിട്ട് നീയാണ് ആദ്യമായിട്ട് അക്കരെ എത്തുന്നതെങ്കിൽ എന്നെക്കാളും നല്ല ആള് നീയാണ്. നിന്റെ മുമ്പ് ഈ പാവപ്പെട്ട ഉവൈസ് സിറാത്ത് വിട്ടുകിടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രമാണ് ഞാൻ നിന്നെക്കാളും നല്ല ആളാകുന്നത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു സൃഷ്ടി എന്ന നിലക്കുള്ള ഒരു പരിഗണനയാണ് കൊടുത്തത്. സഹോദരങ്ങളെ, അതൊക്കെ വരെ മുന്തിയ സ്വഭാവമാണ്. ആ നിലക്ക് അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ കാണണം. ആട്ടിയോടിക്കരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ പൂച്ച വന്നേക്കും. നമുക്ക് ഭക്ഷണം തരാൻ അല്ലാഹു കാരണമാക്കിയത് ഒരു പക്ഷേ പൂച്ചക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാകും, കോഴിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാകും, നായക്ക് ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ടാകും. ഇതിന്റെ എല്ലാം ഖാലിഖ് ഒന്ന് തന്നെയാണ്. വിശന്ന് വലഞ്ഞ നായക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട്, വെള്ളം കോരിക്കൊടുത്തത് കൊണ്ടല്ലേ വേശ്യാവൃത്തി ചെയ്ത മനുഷ്യന് അല്ലാഹു തആല പുറത്തു കൊടുത്തത്. അദ്ദേഹം വിശന്ന് ദാഹിച്ച് വന്നിട്ട് വെള്ളം കിണറ്റിന്റെ അടിയിലായപ്പോ തന്റെ തുണിയിൽ നിന്നൊരു ഭാഗം കീറിയിട്ട് കാലിൽ ധരിച്ചിരിക്കുന്ന ഖുഫ്, ആ ഖുഫിന്റെ ഒരു ഭാഗം പതുക്കെ ഓട്ടയാക്കിയിട്ട് ഈ തുണി അതിൽ കെട്ടിയിട്ട് കൊത്തിപ്പിടിച്ച് കിണറ്റിന്റെ ആഴിയിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം കോരിയെടുത്ത് കുടിച്ചിട്ട് ദാഹമകറ്റി മുകളിൽ വന്നപ്പോ നാവ് നീട്ടിക്കൊണ്ട് നാവിന്റെ മുകളിൽ ഒരു ചെറിയ നീര് പോലുമില്ല, ജലാംശമില്ല, മണ്ണ് നക്കി തിന്നുന്ന നായെ കണ്ടപ്പോ എന്നെ പോലെ വെള്ളത്തിന് ദാഹിക്കുന്നൊരു സൃഷ്ടിയാണല്ലോ. വീണ്ടും സാഹസികമായി കിണറ്റിലേക്ക് ഇറങ്ങി തന്റെ ഷൂ കൊണ്ട് പിന്നെയും വെള്ളം കോരിയെടുത്ത് നായക്ക് വെള്ളം കൊടുത്തപ്പോ ഗഫറല്ലാഹു ലഹു, ആ മനുഷ്യന് അല്ലാഹു മാപ്പ് കൊടുത്തുപോയി. അതേ സമയത്ത് ഒരു പെണ്ണ് നരകത്തിൽ കടക്കാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരു സ്ത്രീ നരകത്തിൽ കടന്നു ഒരൊറ്റ പൂച്ചയുടെ കാര്യത്തിലാണ്. ആ പെണ്ണ് പൂച്ചയെ കെട്ടിയിട്ട് പോയി, ദാഹിച്ച് വിശന്നിട്ട് ആ കെട്ടിൽ കിടന്നിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിച്ചു. ഒന്ന് കെട്ടയിച്ചു വിട്ടിരുന്നെങ്കിൽ ഏതെങ്കിലും ഭാഗത്ത് പോയിട്ട് പ്രാണികളെ പിടിച്ചെങ്കിലും അത് ഭക്ഷിക്കുമായിരുന്നു. ആ കെട്ടിലങ്ങനെ കിടന്നിട്ട് ദാഹവും വിശപ്പും സഹിക്കാതെ പൂച്ച മരിച്ചുപോയി. ആ ഒരൊറ്റ കാരണം പെണ്ണ് നരകത്തിൽ കടന്നു.
സഹോദരങ്ങളെ ശല്യം ചെയ്യരുത്. അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളെ ശല്യം ചെയ്യുന്നത് ഒരുപക്ഷേ നരകത്തിലെത്താൻ പോലും കാരണമാകുന്ന കാര്യമാകും. അതുകൊണ്ടാ നിങ്ങൾ നോക്ക്, അതിനൊക്കെ ബഹുമാനിക്കണം, ശല്യം ചെയ്യരുത് എന്ന് പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം ഒരാൾക്കും പ്രതികൂലമായി ദ്വാരക്കാതിരിക്കാതിരിക്കുക. എത്ര അക്രമം ചെയ്താൽ പ്രതികൂലമായി ദ്വാരക്കാതിരിക്കുക. നമ്മൾ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ പകർത്തേണ്ട സ്വഭാവം കൂടിയാണ്. അവരാര് എന്ത് നിങ്ങളെ എതിർത്ത അയാൾ പ്രസംഗിച്ചു, ഇയാൾ പറഞ്ഞു, മറ്റാൾ പറഞ്ഞു എന്ന് പറഞ്ഞാലും അയാൾക്കല്ല പുറത്തു കൊടുക്കട്ടെ എന്ന് പറയും. ഇങ്ങനെ പറയും. നമ്മൾ ഇമാമല്ലേ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു എന്നിട്ട് ശിഷ്യന്മാരും ഉസ്താദെ നിങ്ങളെ പറ്റി മറ്റേ ആൾ അവിടെ അങ്ങനെ പറഞ്ഞു, അള്ളാഹ്ക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് പറയും. അങ്ങനെ തീർക്കുന്നത്, അള്ളാഹ്ക്ക് പുറത്തു കൊടുക്കട്ടെ, അള്ളാഹ്ക്ക് മാഫിറത്ത് കൊടുക്കട്ടെ. പ്രതികൂലമായിട്ട് ഒറ്റ ദ്വാർക്കൂല, ഒരാൾക്കും എതിരായിട്ട് ദ്വാർക്കൂല. അന്യായമായിട്ട് പറഞ്ഞാലും ചെയ്താൽ പോലും ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി വരെ ദ്വാരുന്നില്ലേ ഒരു പണ്ഡിതൻ. അപ്പോഴും ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു അദ്ദേഹത്തിന് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. എന്താണ് അവരെ ഖൽബിന്റെ തെളിച്ച്, എന്താണ് അവരുടെ സ്വഭാവം? ഒരാൾക്കും എതിരായിട്ട് ദ്വാർക്കൂല. മാത്രല്ല ഫലായഖ്തഉഹു ബിലിസാനിഹി, നാവ് കൊണ്ട് അയാളെ മുറിച്ചു കളയൂല. വലായുകാഫിയുഹു ബിഫഅലിഹി, പ്രവർത്തനങ്ങളെ കൊണ്ട് അയാളോട് അയാൾ ചെയ്തതിന് പകരം ചെയ്യൂല. യഹ്തമിലു ദാലിക ലില്ലാഹി തബാറക വതആല, എന്തൊരാൾ എതിര് ചെയ്താലും അല്ലാഹുവിന് വേണ്ടി സഹിക്കുന്നു. എത്ര അക്രമികൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്രമം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ദുആ എങ്ങനെയാ ഉണ്ടായിരുന്നത്? അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, എന്റെ ഈ ജനതക്ക് പുറത്തു കൊടുക്കുക അല്ലാഹ്, അറിവില്ലാത്തവരാണ് റബ്ബേ. തങ്ങളവർക്ക് മാപ്പിന് വേണ്ടിയല്ലേ ദുആ ചെയ്തത്. സഹോദരങ്ങളെ, ദുൽമ ചെയ്താലും എതിരെ ദ്വാർക്കാതിരിക്കുക, എതിരെ പറയാതിരിക്കുക. ആറാമത്തെ കാര്യം ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമും, ഖിബിലക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമിനെയും ശിർക്ക് കൊണ്ടോ കുഫ്ർ കൊണ്ടോ നിഫാഖ് കൊണ്ടോ തീർത്തു പറയാതിരിക്കുക. അയാളൊരു മുനാഫിക്കാണ് നമ്മൾ ഉറപ്പിക്കണ്ട, അയാളൊരു മുശ്രിക്കാണ് നമ്മൾ ഉറപ്പിക്കണ്ട, അയാളൊരു കാഫിറാണ് നമ്മൾ പറഞ്ഞു പോകണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ കൂടുതൽ റഹ്മത്ത് നൽകുന്നവൻ, മഗ്ഫിറത്ത് നൽകുന്നവൻ. ഏതെങ്കിലും ഒരു കാര്യം കാരണമായിട്ട് നമ്മൾ നിഫാഖ് പറയുന്ന ആൾക്ക് അല്ലാഹു തആല മോചനം നൽകിയിട്ട് ശരിയായ നിലയ്ക്ക് ഈമാൻ നൽകിയാലോ നമ്മളെ ആരോപണത്തിൽ നമ്മൾ കുടുങ്ങിപ്പോയി. ഒരാളെയും ശിർക്ക് കൊണ്ട് നിഫാഖ് കൊണ്ട് കുഫ്ർ കൊണ്ട് ആരോപിക്കണ്ട. ഏഴാമതായി പറഞ്ഞു ആനുകാലികമായി ഇതിനൊക്കെ വലിയ പ്രസക്തിയുണ്ട്. കുറ്റകൃത്യങ്ങളിൽ സ്വകാര്യമായതിലേക്കും ആന്തരികമായതിലേക്കും പരസ്യമായതിലേക്കും നോട്ടം ഒഴിവാക്കുക, ചിന്ത ഒഴിവാക്കുക. പരസ്യമായിട്ടുള്ള മാസ്യത്തിലേക്കും നോക്കരുത്, രഹസ്യമായിട്ടിലേക്കും നോക്കരുത്. രഹസ്യമായതിലേക്ക് നോക്കിയാൽ പിന്നെ പരസ്യമായിലേക്ക് നോക്കാൻ വ്യഗ്രത കൂടും, താല്പര്യം കൂടും. അതിന് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി മനസ്സങ്ങനെ മോഹിക്കും. അങ്ങനെ ഒരു ചിന്ത വേണ്ട. അനാവശ്യമായ രൂപങ്ങൾ കാണാൻ ഉപകരണങ്ങളിൽ സൗകര്യങ്ങളുണ്ട്, പക്ഷേ നമ്മൾ നോക്കിപ്പോകരുത്, നമ്മൾ വട്ടണമർത്തിപ്പോകരുത്. നമ്മളവിടെ സൂക്ഷ്മത പാലിക്കണം, ശ്രദ്ധിക്കണം.
കഴിവിന്റെ പരമാവധി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കണം. അത് വലിയൊരു കഴിവാണ്. ബാത്തിനായ നിലക്ക് അതിലൂടെ കണ്ടാൽ പിന്നെ ലാഹിറായ നിലക്ക് പലതും കാണാൻ മോഹിക്കും, അതിന്റെ വഴികൾ തേടും. അത് കാണാൻ വേണ്ടി ആളുകൾ തത്രപ്പാടായി കളിക്കും. ലാഹിറൻ വബാത്തിനൻ രണ്ടും വേണ്ട, നോട്ടവും വേണ്ട, അങ്ങനെ ഒരു ചിന്തയും വേണ്ട. എട്ടാമത്തെ കാര്യം പറഞ്ഞു, യജ്തനിബു അൻ യജഅല അലാ അഹദിൻ മിനൽ ഖൽഖി മിൻഹും ഉനതൻ സഗീറതൻ വലാ കബീറാ. നമ്മുടെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം, ഭാരിച്ച ചെലവ്, ഒരു ചെറിയ ചെലവ് പോലും വലിയ ചെലവ് പോലും ഒരാളെ മേല് വെച്ച് കെട്ടരുത്. നമ്മൾ കാരണം മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. പിന്നെയോ ആളുകളോടൊന്നും ചോദിക്കാതെ നിനക്ക് സംഭാവനയായിട്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് വല്ലതും ആളുകൾ തന്നാലോ നീ അത് സ്വീകരിച്ചോളൂ, അതിന് തകരാറില്ല. നിന്റെ ചെലവ് മുഴുവനും ജനങ്ങളെ മേല് നീ അടിച്ചേൽപ്പിക്കരുത്. അത് ചെറിയ ചെലവാകട്ടെ വലിയ ചെലവാകട്ടെ, നിന്നോടുള്ള താല്പര്യം കൊണ്ട് സന്തോഷം കൊണ്ട് അവർക്ക് കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് ഏതെങ്കിലും ആളുകൾ നീ യാചിക്കാതെ ഒന്നും പറയാതെ അതിനു വേണ്ടി വെളിവാകാതെ നിനക്ക് വല്ലതും തന്നാലോ നിനക്കത് സ്വീകരിക്കുന്നതിന് വിരോധവുമില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഒമ്പതാമത്തെ കാര്യം, യംബഗി അൻ യഖ്തഅ തമഉ മിനൽ ആദമീന ലാ യത്മഉ നഫ്സുഹു ഫീ ശൈഇൻ മിമ്മാ ഫീ ഐദീഹിം. ജനങ്ങൾക്ക് പലർക്കും പലതും അല്ലാഹു നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും പല പുരോഗതികളും നൽകിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കാതിരിക്കുക. അല്ലാഹു അല്ലേ അവർക്ക് കൊടുത്തത്, എനിക്ക് കണക്കാക്കിയതും അല്ലാഹുവാണ്, അവർക്ക് കൊടുത്തതും അല്ലാഹുവാണ്. അവരെ കൈകളിലുള്ളതൊന്നും ഞാൻ ആഗ്രഹിക്കണ്ട. പത്താമത്തെ കാര്യം പറഞ്ഞു, അത്തവാദു, ആരോടും വിനയത്തോടെ ജീവിക്കലാണ്. വിനയത്തോടെ ജീവിക്കുമ്പോ മറ്റുള്ള ആളുകളുടെ എത്ര ചെറിയ ആളാണെങ്കിലും വലിയ ആളാണെങ്കിലും അവർക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ നമ്മുടെ മനസ്സിനൊരു മടിയും കാണില്ല. ചെറിയ ആളാണ് വന്നതെങ്കിലും വലിയ ആളാണ് വന്നതെങ്കിലും അവരെ സ്നേഹിക്കുന്നതിന് ബഹുമാനിക്കുന്നതിന് ഒരു തകരാറും കാണില്ല. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഈ 10 സ്വഭാവങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് നല്ലോണം ശരീരത്തിൽ പരിശീലനം നൽകിയാൽ നിനക്ക് മുജാഹദ എന്ന് പറയുന്ന വലിയ സ്ഥാനം ലഭിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്റെ ശരീരത്തെ കഠിനാധ്വാനം ചെയ്ത് റബ്ബിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാന്മാര് അവരെ ജീവിതം പരിശീലിപ്പിച്ചത്, അവരെ ജീവിതം പരിചയിപ്പിച്ചത് ഈ മാർഗത്തിലൂടെയാണ്. ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കണ്ടില്ലേ, മഹാനവറുകൾക്ക് ഏറ്റവും താല്പര്യമുള്ള കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല എന്ത് സംഭാവനകൾ അവർക്ക് കൊടുത്താലും സാധുക്കൾക്ക് സഹായം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക. ശൈഖ് ജീലാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ താല്പര്യമുള്ള വിഷയമാണ്. ദുനിയാവിൽ എന്താണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആല ദുനിയാവ് മൊത്തം എന്റെ കയ്യിൽ തരികയാണെങ്കിൽ ദുനിയാവിലുള്ള മൊത്തം ആളുകൾക്കൊന്ന് ഭക്ഷണം കൊടുക്കായിരുന്നു. എല്ലാവർക്കും, എല്ലാ സൃഷ്ടികൾക്കും ഒന്ന് ഭക്ഷണം കൊടുക്കുക, അത് വലിയ താല്പര്യമുള്ള സംഗതിയായിരുന്നു. മഹാനവറുകൾ പറഞ്ഞു, മറ്റുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ അമലാണ്. ഫത്തഷ്തുൽ അഅമാല കുല്ലഹാ, എല്ലാ അമലുകളും ഞാൻ പരിശോധിച്ചു. ഫമാ വജത്തു ഫീഹാ അഫ്ളല മിൻ ഇത്ആമി തആം, ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ നല്ലൊരു അമൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വലിയ ഉപകാരം കിട്ടും, ദുനിയാവിലും കിട്ടും ആഖിറത്തിലും കിട്ടും. അവദ്ദുലൗ അന്ന ദുനിയാ ബിയദി, ദുനിയാവ് മൊത്തം എന്റെ കയ്യിലുണ്ടായിട്ട് ഫൗതിമുഹൽ ജിയാഅ, എല്ലാ പട്ടിണി പാവങ്ങൾക്കും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എനിക്കൊരു താല്പര്യമായിരുന്നു. എന്നിട്ട് എന്റെ കയ്യിലൊന്നും ബാക്കി വേണ്ട, എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എപ്പോൾ സംഭാവനകൾ കിട്ടിയാലും ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പതിവ് അങ്ങനെയാ. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്താൽ പറയും, ആ തലേണന്റെ ചുവട്ടിൽ അവിടെ വെച്ചേക്കെന്ന് പറയും.
പിന്നെ മഹാനവർകൾ വിളിക്കും, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് പറയും, ഇതെടുത്തു കൊണ്ടുപോയിട്ട് നല്ല പൊടി വാങ്ങിയിട്ട് നമ്മളെ റൊട്ടി ചുടുന്ന ആൾക്ക് കൊണ്ടേ കൊടുക്കാൻ പറയും, എന്നിട്ട് റൊട്ടി ചുടാൻ പറയും. പിന്നെ ആളുകൾ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുമ്പോ അപ്പോഴും അത് പറയും, കൈകൊണ്ട് മഹാനവർകൾ കാശ് തൊടൂലായിരുന്നു, അത് അവിടെ വെക്കാനാ പറയാ, അവിടെ വെച്ചോളിന്ന്. അങ്ങനെ തലേനന്റെ അടിയിൽ നിന്നത് എടുത്തു കൊടുക്കാൻ വേണ്ടി പറയും ഖാദിമിനോട്. അതുകൊണ്ട് എന്തെങ്കിലും ഇറച്ചിയോ മറ്റോ വാങ്ങിയിട്ട് അതിലേക്ക് കൂട്ടാനുണ്ടായി കൊടുക്കാൻ പറയും. അങ്ങനെ രണ്ടും ശരിയായി കഴിഞ്ഞാൽ പാവങ്ങൾ താമസിക്കുന്ന ഏരിയകൾ തെരഞ്ഞു പിടിച്ച് അവിടെ പോയിട്ട് അനൗൺസ്മെന്റ് ചെയ്യും, ഭക്ഷണം ഉണ്ട്, ആവശ്യമുള്ളവരൊക്കെ വരൂ. അങ്ങനെ ഒരു ദിവസം 1000, 1500, ചിലപ്പോ 500 ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുത്ത് എന്നും പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് വലിയ സന്തോഷത്തോടെ കണ്ടിരുന്ന മഹാനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. വാല് മാത്രല്ല, അതുകൊണ്ടല്ലേ ഇവിടെ അവസാന ദിവസം ഭക്ഷണല്ലേ? മാഷാ അല്ലാഹ്, കണ്ടില്ലേ? അതൊക്കെ അതിന്റെ മാതൃകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഖുത്ബിയത്ത് മജ്ലിസ്, അതുപോലെ തന്നെ ദഫ്റാത്തീബ്, അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മൗലിദ് മജ്ലിസ്, ഇതിലൊക്കെ ഭക്ഷണം കൊടുക്കുന്നത് അത് വലിയൊരു അമലാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക നല്ല പുണ്യമുള്ളൊരു സംഗതിയാണ്. നമ്മളെ വീടുകളിലൊക്കെ അങ്ങനെ ഭക്ഷണം ഉസ്താദുമാർക്ക് അതൊക്കെ വീട്ടിലല്ലേ ഭക്ഷണം അല്ലേ? മാഷാ അല്ലാഹ്, ഇവിടെ എത്ര ഉസ്താദുമാരല്ലേ? 7 ഉസ്താദുമാരുണ്ട്. അല്ലാഹു ബർക്കത്ത് തരട്ടെ. ഈ മഹല്ലത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, അവർക്ക് വീടുകളിലൊക്കെ ഭക്ഷണം കൊടുക്കും. ഇന്നിപ്പോ എത്ര ആൾക്കാണ് ആ വീട്ടിൽ ഭക്ഷണം കൊടുത്തത്? അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഉമ്മമാരെ, സഹോദരന്മാരെ, അത് നല്ലൊരു അമലാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ സന്തോഷത്തോടെ കണ്ട അമലാണ്. മഹാനവർകൾക്ക് ഈ അമല് മാത്രമൊന്നുമല്ലുള്ളത്, രാത്രി നീണ്ട നിസ്കാരവും അതുപോലെ തന്നെ ഖുർആനോത്തും ദിക്റുകളും വഅലുകളും ഒക്കെ വേറുണ്ട്. പക്ഷെ നമുക്കൊക്കെ പകർത്താൻ പറ്റിയൊരു അമലാണ്. കുറച്ച് കാശുണ്ടായാൽ ഒരു ഭക്ഷണം കൊടുക്കുക, ഒരു മൗലിദ് കഴിച്ച് ഭക്ഷണം കൊടുക്കുക, ദിക്ർ ചൊല്ലി ഭക്ഷണം കൊടുക്കുക, സ്വലാത്ത് ചൊല്ലി ഭക്ഷണം കൊടുക്കുക, വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മരിച്ച ആൾക്കാരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക, അത് അവർക്ക് കിട്ടുന്നൊരു സ്വതക്കല്ലേ? മരിച്ച ആൾക്കാരുടെ പേരിൽ സ്വതക്ക കൊടുക്കണം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭക്ഷണം. സ്വഹാബത്ത് 7 ദിവസം നിലനിർത്തിയിരുന്ന ഒരു അമലാണ് മരിച്ചുപോയ ആളുകളുടെ മേൽ ഭക്ഷണം കൊടുക്കണം. 7 ദിവസം എന്ന് പറഞ്ഞാല് 1, 3, 7 അങ്ങനല്ല. ഒരു ദിവസം ഭക്ഷണം നാട്ടിൽ പതിവായിട്ടുള്ള 2 നേരം, ആ 2 നേരവും 7 ദിവസങ്ങളിലായി തുടരെ ഭക്ഷണം കൊടുത്തിരുന്നു. ഇന്നൽ മൗത യുഫ്തനൂന ഫീ ഖുബൂരിഹിം 7 അയ്യാം. മരണപ്പെടുന്ന ആളുകൾ ഖബറിൽ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്നത് ആദ്യത്തെ 7 ദിവസമാണ്, വലിയ ചോദ്യങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ തൗസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വഹാബിമാരെ കണ്ട് ജീവിച്ച മഹാനാണ്. മഹാനവറുകൾ പറഞ്ഞു, വകാനൂ യസ്തഹിബ്ബൂന അൻ യുതഅമൻഹും തിൽക്കൽ അയ്യാം. ആ 7 ദിവസങ്ങളിലും മരിച്ചവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നത് സ്വഹാബത്തിന് വലിയ താല്പര്യമായിരുന്നു, സന്തോഷമായിരുന്നു. ഖബറിൽ അവർക്ക് വലിയ ശിക്ഷയ്ക്ക് എളുപ്പം കിട്ടും. ഈ ഭക്ഷണം കൊടുത്തിട്ട് ആളൊന്ന് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി, യാസീനൊന്നും ഓതിയില്ല എന്ന് കൂട്ടിക്കോളൂ. മരിച്ച ആളെ പേരിൽ ഭക്ഷണം കൊടുത്താൽ തന്നെ ഖബറാളികൾക്ക് വലിയ സന്തോഷമാണ്. അവരെ പേരിൽ കൊടുക്കുന്ന സ്വതഖ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കുറഞ്ഞ തഹ്ലീൽ ചൊല്ലിയിട്ട് ഞാൻ ദുആർക്കാണ്. നിങ്ങളെ ഇരുത്തം കണ്ടാലും നീണ്ട വാദ് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷേ നാളെ വെള്ളിയാഴ്ചയാണ്, അങ്ങോട്ട് എത്തണല്ലോ, ജുമുഅ ഉള്ളതുകൊണ്ട്. കുറച്ചുകൂടി നേരം വൈകിയാൽ പിന്നെ ട്രെയിനിൽ അങ്ങോട്ട് എത്താൻ കഴിയില്ല. കുറഞ്ഞ തഹ്ലീൽ ചൊല്ലിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആർക്ക. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ.